ഓക്കെ, റോമർ 5-ാം അധ്യായം 17-ാമത്തെ വചനം എടുക്കാം. റോമർ 5:17. കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അതിനെ പറഞ്ഞാട്ടെ, എല്ലാം ഒരാളിൽ നിന്ന് മാത്രം വന്നു, ഒരു വ്യക്തിയിൽ നിന്ന്. ഒരൊറ്റ വ്യക്തി മരണത്തെയും പാപത്തെയും കൊണ്ടുവന്നു. പക്ഷെ മറ്റൊരാളുടെ അനുസരണത്താൽ നീതിയും സമാധാനവും വരുവാനിടയായി. ആദം ദൈവത്തെ ഏദൻ തോട്ടത്തിൽ ദൈവത്തെ അനുസരണക്കേട് കാണിച്ചു. ദൈവം എന്ത് പറഞ്ഞു? നിങ്ങൾ ആ ഫലം കഴിക്കുന്ന നാളിൽ നിങ്ങൾ, എന്താണ് ദൈവം പറഞ്ഞത്? നിങ്ങൾ മരിക്കും. പക്ഷേ അവൻ ശാരീരികമായി അവൻ കുറേ നാളുകൾ ജീവിച്ചിരുന്നു. പക്ഷേ അവൻ്റെ ആത്മീക മരണം സംഭവിച്ചു. നിങ്ങൾ ബൈബിൾ എപ്പോൾ വായിക്കുമ്പോഴും നീ 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 എന്നുള്ളത് കാണാൻ കഴിയും. ഇത് നിങ്ങളുടെ ആത്മാ മനുഷ്യനെയാണ് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തെപ്പറ്റി പറയുമ്പോൾ, നിങ്ങളുടെ ശരീരത്തെപ്പറ്റി പറയുമ്പോൾ, നിങ്ങളുടെ മനസ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ പറ്റി പറയുന്നത്. പക്ഷേ നിങ്ങൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ നീ 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 എന്ന് പറയുന്ന കാണാൻ കഴിയും. അത് നിങ്ങളുടെ അകത്ത മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ദൈവം അവൻ്റെ അകത്ത മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. അവൻ്റെ സാദൃശ്യം എന്താണ്? അവൻ്റെ രൂപം എന്താണ്? ആത്മീക രൂപമാണ്. ആമേൻ. ഓക്കെ, ദൈവം ആദമിനോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഫലം കഴിക്കുന്ന ആൾ മരിക്കും. അതെ, അവൻ മരിച്ചു. പക്ഷെ ശാരീരികമായിട്ടല്ല, അവൻ ആത്മീകമായി മരണപ്പെട്ടു. അവൻ്റെ മനുഷ്യൻ മരിക്കുവാനിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? മരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ പറഞ്ഞു, ദൈവം ആകാശത്തോട് സംസാരിച്ചു, അവൻ ആകാശത്തോട് സകലതും നിർമ്മിച്ചു. ഭൂമിയോട് സംസാരിച്ചു, സകലതും നിർമ്മിച്ചു. മൃഗങ്ങളെ എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ദൈവം സമുദ്രത്തോട് സംസാരിച്ചു, അതിനകത്ത് ജീവനുള്ളത് ഉണ്ടാകട്ടെ, അതെല്ലാം ഉണ്ടായി. പക്ഷെ ദൈവം മനുഷ്യനുണ്ടാക്കുമ്പോൾ അവൻ തന്നെ നോക്കി സംസാരിച്ചു. നോക്കുക, എല്ലാ സൃഷ്ടിക്കും ജീവനുണ്ട്. ഒരു സൃഷ്ടിക്ക് ഒരു ഉറവിടമുണ്ട്. ഈ ഭൂമിയിലുള്ളതെല്ലാം അവൻ ജീവനെ മാറ്റിക്കളഞ്ഞാൽ അത് മരിച്ചു പോകുന്നു. നക്ഷത്രമുള്ള കാലത്തോടോളം, നല്ല ലൈറ്റും കാര്യങ്ങളും ഉള്ളതോടോളം അത് നല്ല രീതിയിൽ ഭൂമി നിൽക്കും. അത് താഴെ വീണാൽ അത് കറുത്ത കല്ല് പോലെ, കട്ട പോലെ അത് താഴെ വീഴും. അല്ലേ? നോക്കുക, വെളിച്ചമാണതിൻ്റെ ജീവൻ. നോക്കുക, ഇവിടെ അതുപോലെ തന്നെ ഒരു അകൽച്ച, വിഭജനമുണ്ടായി. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ പരിപൂർണമായിട്ടും അകന്നു. അവരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ ജീവിതമുണ്ട്. പക്ഷേ അവർ ആത്മീക മരണപ്പെട്ടു. ഇത് ജപ്പാനീസ്, ചൈനീസ്, യൂറോപ്യൻസ്, ഏഷ്യൻസ്, അങ്ങനെ അതല്ല പറയുന്നത്. ഇത് എല്ലാ മനുഷ്യർക്കും, മനുഷ്യരാശിയും ദൈവത്തിൽ നിന്നാണ് വന്നത്. പക്ഷേ ബൈബിൾ എന്താണ് പറയുന്നത്? അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിനെതിരെ നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കുന്നില്ല. എല്ലാ പ്രശ്നം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ബൈബിളിനെതിരെയുള്ള വചനത്തിനെതിരെ വരുമ്പോഴാണ്. എന്താണ് ആദ്യം അവയ്ക്ക് സംഭവിച്ചത്? ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ എല്ലാ പഴവും കഴിക്കാം. പക്ഷേ ഈ ഒരു ഫലം എന്താണ് പിശാച് ചെയ്തത്? അവൻ ആ വചനത്തെ വളച്ചൊടിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് വളച്ചൊടിക്കുമ്പോൾ പ്രശ്നം വരുന്നു. എന്നാണ് ദൈവം നിന്നോട് പറയുന്നത്? നീ ഒരു പുതിയ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ രൂപമുണ്ട്, സാദൃശ്യമുണ്ട്. നിങ്ങളത് വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സ് ദൈവത്തിൻ്റെ വചനവുമായി കണക്ട് ആയിരിക്കുന്നു പറയുമ്പോഴാണ് എല്ലാ പ്രശ്നം വരുന്നത്, ഡൗട്ട്, സംശയം വരുന്നത്, ഭയം വരുന്നത്. പിശാചിൻ്റെ ട്രാപ്പിൽ അപ്പോഴാണ് നിങ്ങൾ വീഴുന്നത്. പക്ഷേ നോക്കുക, പിശാച് എപ്പോഴും ദൈവവചനത്തെ അകറ്റാൻ ശ്രമിക്കുന്നു. കാരണം ദൈവവചനം ദൈവത്തിൻ്റെ ഹിതപ്രകാരം സംസാരിക്കപ്പെട്ടതാണ്. ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ
നിങ്ങളിന്മേൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജീവനാണ്. ഞാനോട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ നിലയിൽ ഞാൻ ഈ സ്കൂളിൽ വരുവാനിടയായി. ഞാനൊരു വില്ലേജ് ഗ്രാമത്തിലാണ് ജനിച്ചത്. എൻ്റെ 8ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ ഞാനൊരു ചെറിയ സ്മോൾ ടൗണിൽ പിന്നീട് മാറുവാനിടയായി. എൻ്റെ വില്ലേജിൽ എൻ്റെ ഫാമിലിയിൽ ക്രിസ്ത്യൻ ഫാമിലി ഒന്നുണ്ടായിരുന്നുള്ളൂ. ഒരു മുസ്ലിം ഫാമിലി ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഞാൻ വളരുവാനിടയായി. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗ്രാൻഡ്മ ഒരു സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. എപ്പോഴും എന്നോട് പറയുമായിരുന്നു, എനിക്കൊരു ഗ്രാൻഡ് പാ ഉണ്ട്. 2 പേരും എന്നോട് എപ്പോഴും യേശുവിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ യോസഫിനെ പറ്റി കേൾക്കുകയായിരുന്നു, വായിക്കുകയല്ലായിരുന്നു. ഞാൻ ശിംശോനെ പറ്റി വായിക്കുകയല്ല, ഞാൻ കേൾക്കുകയായിരുന്നു. ഇപ്പോൾ ഗ്രാൻഡ്മായും ഗ്രാൻഡ് പായും 2 കാര്യം, നല്ല കാര്യം ചെയ്തു, പക്ഷേ വേണ്ടാത്ത കാര്യം ചെയ്തു. അവർ എന്നോട് പറഞ്ഞു, ബൈബിളിൽ നിന്നൊരു നുണ എടുത്തിട്ട് പറയും, പിന്നെ കുറേ നല്ല നല്ല സ്റ്റോറി പറയുകയും ചെയ്യും, ഭീകരമായ കുറേ കഥകളും പറയും. അവർ വില്ലേജിലുള്ള ചില ഭൂതങ്ങൾ വരും, ഭൂതങ്ങൾ വന്ന് ഡാൻസ് ചെയ്യും, എന്നിട്ട് വന്ന് അങ്ങനത്തെ ഡ്രസ്സ് ഇടും, രാത്രി വരും, മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോകും, കൊന്ന് കറി വെച്ച് തിന്നും. ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ ഒന്നും കാണാൻ കഴിയും. ചെറിയ ചെറിയ കുട്ടിപ്പിശാസുകൾ ആ കുറ്റിക്കാട്ടിലൊക്കെ ഒളിച്ചിരിപ്പുണ്ട്. അവർ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങരുത്. ബൈബിൾ സ്റ്റോറി പഠിപ്പിക്കുകയും ചെയ്യും. അതുപോലെ പിശാചിൻ്റെ സ്റ്റോറിയെല്ലാം എന്നെ പഠിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്. എന്നിട്ട് പറയും, എനിക്ക് ഭയം വരുമ്പോൾ വിഷമിക്കണ്ട, നിങ്ങൾ യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ഉടനെ ഓടിപ്പോകും. ആദ്യം വിശ്വാസത്തിൻ്റെ പഠിപ്പിക്കൽ എനിക്ക് കിട്ടിയത് അമ്മൂമ്മയിൽ നിന്നാണ്. യേശുവിൻ്റെ രക്തം പറഞ്ഞാൽ അത് പോയിരിക്കും. നമുക്ക് ആ ചെറിയ കാര്യത്തിൽ നമുക്ക് തൃപ്തിയാവുകയില്ല. നിങ്ങൾ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയമുണ്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കുരിശ് വരച്ചാൽ മതി. എത്ര പേര് ചെറുപ്പത്തിൽ കുരിശ് വരച്ചിട്ടുണ്ട്? നിങ്ങൾ ജനറേഷൻ X Y Z ആണോ? ഞാൻ ഈ കുറേ ജനറേഷൻ വരരുന്നതാണ്. എനിക്ക് ദൈവത്തിൻ്റെ ജനറേഷനും പിശാചിൻ്റെ ജനറേഷനും അറിയത്തുള്ളൂ. എസ്തേക്കിളും പറഞ്ഞു, ചെറിയ തലമുറകൾ എഴുന്നേൽക്കണം, അടുത്ത തലമുറ എഴുന്നേൽക്കണം. എനിക്കറിയാം, എനിക്ക് ഈ 2 തലമുറ അറിയത്തുള്ളൂ, പിശാചിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ. ഞാൻ ന്യൂസിൽ കാണുമ്പോൾ ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ജനറേഷൻ Z. അപ്പോൾ ഞാൻ പോയി നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് ജനങ്ങൾ ചില ആൾക്കാരെ ബൂമർ എന്ന് വിളിക്കുന്ന കണക്ക്. ഞാൻ ആ ബൂമറിൻ്റെ അണ്ടറിലല്ല. ഹല്ലേലൂയ. ഓക്കെ, ഇത് കളഞ്ഞോട്ടെ. ഞാനിങ്ങനെയാണ് വളരപ്പെട്ടത്. ഇതെൻ്റെ ഭയത്തിൻ്റെ അളവിനെ ബാധിച്ചു. എനിക്ക് ഒരുപാട് പേടിയുണ്ടെങ്കിൽ, ഇച്ചിരി പേടിയുണ്ടെങ്കിൽ ഒരൊറ്റ കുരിശ് വരയ്ക്കും, എന്നിട്ട് രക്തം ചെയ്യുമെന്ന് പറയും. എനിക്ക് ഇല്ലെങ്കിൽ 4 ഗേറ്റിൻ്റെ ചുറ്റും 4 വാതിലും പോയി യേശുവിൻ്റെ രക്തം ചെയ്യും, യേശുവിൻ്റെ രക്തം ചെയ്യുമെന്ന് പറഞ്ഞ് കുരിശ് വരയ്ക്കേണ്ടി വരും. ഞാൻ വളരെ പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം എൻ്റെ അമ്മ പറഞ്ഞു, ഇരുട്ടുള്ള സ്ഥലത്തുണ്ടല്ലോ, നിലാവെട്ടമുള്ള സ്ഥലം, അമാവാസി, ന്യൂ മൂൺ, അമാവാസി സമയം. ശരിക്കും ന്യൂ മൂൺ ആണ് വരേണ്ടത്. അമാവാസി സമയത്ത് പിശാചിൻ്റെ രാജ്യം ഭയങ്കരമായിട്ട് എഴുന്നേൽക്കും. അവരെല്ലാം കിടന്ന് ഡാൻസ് ചെയ്യും. ആ ഒരു കഥ വളരെ ആഴത്തിൽ എൻ്റെ തലച്ചൊറിച്ചിരുന്നു. അതിനുശേഷം എന്തെങ്കിലും ഇരുട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. അയ്യോ, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലിരുന്നപ്പോൾ ഞാൻ കേട്ട കഥയെല്ലാം അനുഭവമാണ് പറയുന്നത്. ഇപ്പോൾ എന്നെ നോക്കി കമ്പയർ ചെയ്യരുത്. നിങ്ങൾ സത്യം അറിയിക്കുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഭയപ്പെട്ടില്ലേ? നമ്മുടെ അഡ്രസ്സ്, വ്യക്തിത്വം. ആദം ഈ ഫലം കഴിച്ചപ്പോൾ അവൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി. പിശാച് ഐഡൻറ്റിറ്റി സ്പോയിൽ ചെയ്തു. എന്താണ് ഐഡൻറ്റിറ്റി?
ഈ വ്യക്തിക്ക് ഈ അഡ്രസ്സാണ്, ഈ ബ്ലഡ് ഗ്രൂപ്പാണ്, ഇങ്ങനെയുള്ള ഈ അഡ്രസ്സുള്ളവൻ, ഈ വ്യക്തി കമ്പനിക്ക് സ്വന്തമാണ്, എന്നൊരു കമ്പനി അഡ്രസ്സ് ചെയ്തില്ല. ഇതുപോലെ സ്വർഗം നിങ്ങൾക്ക് യോഹന്നാൻ 1:12 പറയുന്ന പോലെ ആരൊക്കെ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചോ പിതാവ്, സ്വർഗത്തിലുള്ള പിതാവ് അവർക്ക് മക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അവരോട് പറയുകയാണ്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അവരെൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. ഹല്ലേലൂയ. ആ നീതീകരണത്തിൻ്റെ ബോധ്യം നിങ്ങൾക്ക്, ആ പുത്രത്വത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ആ ഒരു പുത്രത്വത്തിൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നു. നമുക്ക് സൺഷിപ്പ് എന്ന് പറയുന്നത്, പുത്രത്വം എന്ന് പറയുന്നത് ആണും പെണ്ണും ഉൾപ്പെടുന്നു, പുരുഷനും സ്ത്രീയും ഉൾപ്പെടുന്നു. പുത്രത്വം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റാണ്. നോക്കുക, നിങ്ങളിനി ഒരിക്കലും അനാഥരല്ല. ഒരു പിശാചിനും നിങ്ങളുടെ മേൽ അധികാരമില്ല. നിങ്ങൾക്ക് ഏത് പിശാചിനെയും കൈകാര്യം ചെയ്യാൻ കഴിയും. ബൈബിൾ പറയുന്നു, നമ്മൾ യേശു ക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ മേലുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മൾക്ക് അച്ചാരമായി ലഭിച്ചിരിക്കുന്നു. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് അതൊരു ആത്മമുദ്രയാണ്. അവൾ എൻ്റെ ദൈവരാജ്യത്തിൻ്റെ ഇതാണ് അതാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. ഗലാത്യർ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ അന്ധകാരത്തിൻ്റെ രാജ്യത്തിൽ നിന്നും വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. നിങ്ങളിനി മേൽ അന്ധകാരത്തിൻ്റെ രാജ്യത്തിലല്ല ഇരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എവിടെയോ തുടങ്ങി എവിടെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പറഞ്ഞട്ടെ. എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എൻ്റെ വ്യക്തിത്വം അത് പരിശുദ്ധാത്മാവിനാലുള്ളതാണ്. അതേ യോഹന്നാൻ 1:14 കാണാൻ കഴിയും. ഈ ജനങ്ങൾ ജനിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്, ജഡത്താലല്ല, ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല. ഒന്ന് 13 അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എല്ലാവരും പറഞ്ഞാട്ടെ. നിങ്ങളുടെ പേര് എഴുതുമ്പോൾ, ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിൽ ഞാൻ ആരെങ്കിലും എൻ്റെ അഡ്രസ്സ് ചോദിക്കുകയാണെങ്കിൽ, മിൽട്ടൺ സൺ ഓഫ് PGS മണി, എൻ്റെ അപ്പൻ്റെ പേര് സൺ ഓഫ്. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ? ഇല്ല, പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ എഴുതുമായിരുന്നു. ഓക്കെ, അപ്രീഷിയേറ്റീവ്, അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? നിങ്ങളുടെ പേര് എഴുതാം. എന്താണ് നിങ്ങളുടെ പേര്? ഫിലോമിന റേച്ചൽ, ഡോട്ടർ ഓഫ് ഫാദർ ഇൻ ഹെവൻ. നിങ്ങളുടെ ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലും അത്ര അല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത്. നിങ്ങളുടെ അപ്പനും ഇഷ്ടപ്പെട്ടത് കൊണ്ട് ജനിച്ചു എന്നല്ല, ദൈവമാണ് നിങ്ങൾ ജനിപ്പിച്ചത്. നോക്കുക, നിങ്ങളിവിടെ ജനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ചിലരുടെ അപ്പനും അമ്മയും എന്ത് ചെയ്തു? ദേഷ്യപ്പെടാറില്ലേ? നോക്കുക, നിങ്ങളെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? ദൈവം. കാരണം ദൈവം നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെപ്പറ്റി വളരെ നല്ലതായി നിങ്ങൾ ചിന്തിക്കുക. ഈ പാപത്തിനെ പറ്റിയുള്ള ആ ഒരു ബോധ്യം എപ്പോഴും നിങ്ങൾക്ക് കുറഞ്ഞവളാണ്, താഴെയാണ്, ഞാൻ വർത്തിയല്ല, യോഗ്യയല്ല, എനിക്കോ, ഞാനോ, അങ്ങനെ ഇരിക്കും. ഇനി വലിയ വലിയ മല്ലന്മാർ, ആത്മിക മല്ലന്മാർ, വലിയ വലിയ ഇതിഹാസ നായകന്മാർ, മോശെ, അബ്രഹാം, അവരെല്ലാവരും അവരെല്ലാം വലിയ സൂപ്പർ പവറുള്ള ആൾക്കാർ. നമ്മൾ വിചാരിക്കും നമ്മൾക്കാണ് സൂപ്പർ പവർ ഉള്ളത്. അവർ ഭയങ്കര സൂപ്പർ ആൾക്കാർ നമ്മൾ വിചാരിക്കും. അല്ലല്ല, അവർ ഡ്യൂപ്പാണ്. നിങ്ങളാണ് സൂപ്പർ. ഒത്തിരി അത്ഭുതങ്ങൾക്ക് ശേഷം 99 വയസ്സായിട്ടും പിന്നെ അവർക്ക് വിശ്വാസം ഇല്ലാതെ, എൻ്റെ ശരീരം മരിക്കാറായി, അങ്ങനെയായിരുന്നു അവരുടെ ലെവൽ. പക്ഷെ നമ്മളെല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്. സ്വർഗം നിങ്ങളെ നോക്കി കരമിടിക്കുന്നു, ദൂതന്മാർ നിങ്ങളെ നോക്കി കരമിടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സുവിശേഷത്തെ വിശ്വസിച്ചു. യെശയ്യാ 53 പറയുന്നു, 6 വിശ്വസിക്കും. ഈ പറഞ്ഞു കേൾപ്പിച്ചത് യെശയ്യാ 53:1.
ഞങ്ങൾ പറഞ്ഞത് കേൾപ്പിച്ചിരിക്കുന്നത് ആർ വിശ്വസിക്കുന്നു? ആർക്കിത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ യെശയ്യാ 53 യേശുക്രിസ്തുവിൻ്റെ വരവിനെയാണ് പറ്റി പറയുന്നത്. മശീഹയായിരിക്കുന്ന യേശുക്രിസ്തു. നമ്മൾക്കിപ്പോൾ വായിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് പിന്നീട് പോയി വായിക്കാം. അവൻ നമ്മുടെ സകല പാപങ്ങളും ഏറ്റെടുത്തു. അവൻ നമ്മളുടെ സകല അതിക്രമങ്ങൾ ഏറ്റെടുത്തു. അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മൾ സൗഖ്യമായിരിക്കുന്നു. യെശയ്യാവ് പ്രവചിച്ചു. കാരണം യെശയ്യാവ് യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പ്രവചിച്ചവനാണ്. കന്യകയാൽ ഒരു പുത്രനുണ്ടാകും, മശീഹ ജനിക്കും. നിങ്ങൾ യെശയ്യാവ് 53 അധ്യായം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിനെ പറ്റി പറയുന്ന കാണാൻ കഴിയും. എങ്ങനെ യേശുക്കാർ നമ്മുടെ പാപം, നമ്മുടെ ശാപം എല്ലാം ക്രൂശിൽ ചുമന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്തിനാണ് ഞാൻ പറയുന്നത്? നമ്മൾ വളരെ വളരെ ശക്തരാണെന്ന് പറയുന്നത്, നമ്മൾ അഭിനന്ദിക്കുന്നത്. കാരണം നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. അവരെല്ലാവരും ആണ്ടിലൊരിക്കൽ പോയി, യാഗപീഠത്തിനൊരിക്കൽ പോയി അവർ യാഗം കഴിക്കണമായിരുന്നു. പക്ഷേ നമ്മൾ പ്രാവിൻ്റെ രക്തമോ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ രക്തമല്ലായി ഒരിക്കലായി നിഷ്കളങ്കനായി തന്നെ സമർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹരത്വത്തെ നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അബ്രഹാമിൻ്റെ വിശ്വസ്തകൾ വലുതാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം എല്ലാ പഴയ നിയമ വിശ്വസ്തകളെക്കാളും വലുതാണ്. ഞാൻ പറയുന്നതല്ല, പൗലോസ് പറയുകയാണ്. ഗലാത്യർ 2:21 പറയുന്നത്, ഞാൻ ഈ ലോകപ്രകാരമല്ല ജീവിക്കുന്നത്, പക്ഷേ ക്രിസ്തുവു എന്നിൽ ജീവിക്കുന്നു. ഞാൻ പറയുന്നത് എന്താണോ അതാണ് സത്യം. സത്യമാണ് ദൈവത്തിൽ നിന്ന് വരുന്ന സത്യം. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്ത് തോന്നി? ഇല്ല. എന്താണ് എൻ്റെ മനസ്സിങ്ങനെ ഇരിക്കുന്നത്? എന്താണ് ഞങ്ങൾ തോന്നേണ്ടത്? ഞാൻ എന്താണ് എപ്പോഴും ഈ പാപത്തിൽ വീഴുന്നത്? എങ്ങനെ എനിക്ക് ഈ പാപത്തിൽ വരാം? എനിക്ക് എങ്ങനെ നല്ല ശുദ്ധിയുള്ള മനസ്സ് കിട്ടും? എനിക്ക് എങ്ങനെ നല്ല ദൈവികമായ ജീവിതം വരും എന്ന് ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ കേട്ടു, നിങ്ങൾ വിശുദ്ധനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നീ ദൈവത്തിൻ്റെ മകൻ. ഞാനാ അങ്ങനെ വിചാരിച്ചു. ഇങ്ങനെ തന്നെയാണ് ദൈവത്തിൽ പഴയ നിയമത്തിൽ ഇതിഹാസ നായകർ ചിന്തിച്ചത്. മോശയോട് പറഞ്ഞു, ഫറവോന്റെ അടുക്കൽ പോകുന്നു. വളരെ ഈസിയായിട്ട് ദൈവം പറഞ്ഞു, നിന്നെ കൊണ്ടുപോകുന്നു, നിന്നെ ചെന്നൈ കൊണ്ടുപോകുന്നു, ശരവണ സ്റ്റോറി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നു പറഞ്ഞത്. എന്നിട്ട് അവിടെ പോയിട്ട് കുറച്ച് ഫുഡ് മേടിക്കാന്ന് പറഞ്ഞ പോലെ പോയിട്ട് എൻ്റെ മക്കളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരിക. മോശ അങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും പോയി ഒളിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നാലും എന്നെ വിടത്തില്ലയോ ദൈവമേ? കാരണം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് എപ്പോഴും വളരെ വലുതാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ വില കാണും, പക്ഷെ ദൈവം നിങ്ങളെ അവൻ്റെ സ്റ്റാൻഡേർഡിൽ വണ്ണം വിളിച്ചു. നിങ്ങളെ നന്നായിട്ട് മനസ്സിലാകുന്നവനാണ്. അണ്ണൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് എന്താണ് പ്രീച്ചേഴ്സ് എങ്ങനെ വിശുദ്ധരാകാം, എങ്ങനെ ജയാളികളാകാം, എങ്ങനെ വിജയിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചയെ പിടിച്ച് കടുവയാക്കുന്ന പോലെ ട്രെയിനിങ് കൊടുക്കുന്ന പോലെയാണ്. അല്ല, ആ കടുവയുടെ അതേ ജീവിതം പൂച്ചയ്ക്ക് വന്നെങ്കിൽ മാത്രമേ പൂച്ച കടുവയെ പോലെ ആയിത്തീരത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ, ആ ജീവിതം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആകാൻ കഴിയുകയുള്ളൂ. പറഞ്ഞാട്ടെ, ഞാൻ വളരെ വ്യക്തമുള്ളവനാണ്. ഞാനല്ല ഇനി ജീവിക്കുന്നത്, പക്ഷെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ആമേൻ. ഇനി ഞാനല്ല ജീവിക്കുന്നത്, പഴയ ആൾ കഴിഞ്ഞുപോയി, ഇനി പുതിയ ആളാണ് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്. ആമേൻ. ഓക്കെ, റോമർ 5:17 നമുക്ക് തിരിച്ചു വരാം. ഏകന്റെ ലംഘനത്താൽ much more those who receive abundance of grace and of the gift of righteousness will reign in life through the one Jesus Christ. Everybody say one man. എന്നാൽ ലംഘനത്തിന്റെ കാര്യം, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയിലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. എത്ര പേർക്ക് ഗോലിയാത്തിന്റെ കഥകൾ അറിയാം? നോക്കുക, ഞാൻ ഇങ്ങനെയുള്ള ചില വചനം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് വരും. എഫേസ്യർ 5-ാം പറയുന്നുണ്ട്, ബൈബിൾ പറയുന്നു, ഈ വേൾഡിൻ്റെ പ്രീച്ചറാകാം, ടീച്ചറാകാം, പക്ഷേ നിങ്ങളെപ്പോഴും നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നിങ്ങളെപ്പോഴും ശിശുക്കളെ പോലെയാണ് ആയിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ
ദൈവത്തിൻ്റെ വചനത്തിന് നീതിയെപ്പറ്റി മനസ്സിലാക്കുന്നില്ല. നീതി, സത്യം എന്നുള്ളത് നിങ്ങളെ ദൈവത്തിൽ നിങ്ങളെ വളരാൻ സഹായിക്കുന്നു, ബലമായി വളരെ സഹായിക്കുന്നു, നിങ്ങളെ വളരെ പക്വതയിൽ വളരെ സഹായിക്കുന്നു. നീതിയും സത്യവും അതാണ് കട്ടിയുള്ള ആഹാരം. ആമേൻ. കട്ടിയുള്ള ആഹാരം. കാരണം പാലുകൊണ്ട് മാത്രം ഇരിക്കുന്നവർക്ക് അത് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്. നിങ്ങൾ കൂടുതൽ വളരേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ പിശാചിന്റെ എല്ലാ തന്ത്രങ്ങൾക്കെതിരെ നിൽക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഇതിനെ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അഡിക്ഷൻ പവർ, നിങ്ങൾ പിശാചിന് മനുഷ്യരുടെ തന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരേണ്ട ആവശ്യമാണ്. ഞാൻ പക്ഷേ സങ്കീർത്തനം വായിക്കും, 2 ചാപ്റ്റർ ബൈബിൾ വായിക്കും, എന്നിട്ട് ഞാൻ ഹാപ്പിയായിട്ട് സന്തോഷപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ സന്തോഷം, ഒരു സക്സസ്ഫുൾ ക്രിസ്ത്യനായിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു സോൾജിയർ ആകണോ, നിങ്ങൾക്കൊരു പടയാളിയാകണമോ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കണം. ഞാനൊരു കഥ പറയാനിടയായി. ദാവീദിൻ്റെ ഗോലിയത്തിൻ്റെ സ്റ്റോറി. എങ്ങനെയാണ് ശത്രുവിനെ ഓവർകം ചെയ്തത്? അവർ ശത്രുവിനെ മാത്രമാണ് കണ്ടത്. അയ്യോ, ശത്രു ആണെങ്കിൽ വളരെ വലുതാണ്. പിശാച് വളരെയധികമായിട്ട് വലുതായിട്ടിരിക്കുന്നു. അവൻ്റെ വാ തുറന്നു കഴിഞ്ഞ് ഇങ്ങനെയുള്ള വലിയ പല്ല് കഴിയും. പക്ഷെ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആ നീതിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പിശാചിൻ്റെ ശക്തിയെപ്പറ്റി അറിയുമ്പോൾ, പാപത്തിൻ്റെ അഡിക്ഷൻ്റെ ശക്തിയെപ്പറ്റി അറിയുമ്പോൾ, പാപത്തെപ്പറ്റി അറിയുമ്പോൾ, ആ പ്രശ്നം, ഈ പ്രശ്നം ഇതെൻ്റെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു, ഇതെൻ്റെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. ആ എല്ലാ സമയത്തും. പക്ഷെ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദാവീദ് പറഞ്ഞേ, അവൻ ആരാണ്? അഗ്രചർമ്മിയായ ആ മനുഷ്യൻ, ആ ഫെലിസ്ത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ശരിക്കും അറിയാം, ഞാൻ ദൈവമായി ഉടമ്പടി ചെയ്ത വ്യക്തിയാണ്. അവൻ ആരാണ് എന്നെ വന്ന് ശപിക്കാൻ കഴിയുന്നത്? അവൻ എങ്ങനെയാണ് കഴിയുന്നത്? കാരണം എൻ്റെ കൂടെ ഉള്ളവൻ ആരാണ്? ഓ, ഞാൻ ആരാണ്? എൻ്റെ രാജ്യം എന്താണ്? എൻ്റെ ജനങ്ങൾ എന്താണ്? എൻ്റെ ദൈവം എനിക്കെന്താണെന്നുള്ളത് അവന് വലിയ ധൈര്യത്തെ അവൻ കൊടുക്കാനിടയെ. പിശാചിനെ നിൽക്കുവാനുള്ള ആ നീതീകരണ ബോധ്യം അവന് ധൈര്യം കൊടുത്തു. നോക്കുക, ഈ നീതീകരണ ബോധ്യം അവന് മനസ്സിലേക്ക് കൊടുത്തു. വലിയ ധൈര്യം കൊടുത്തു. തമിഴിൽ പറഞ്ഞ ഗത്ത് എന്ന് പറയും. പറഞ്ഞാട്ടെ, ഗത്ത്. എല്ലാ ലാംഗ്വേജും ആൾക്കാരും പറഞ്ഞാട്ടെ, ഗത്ത്. നിങ്ങൾക്ക് ഗത്തുണ്ടെങ്കിൽ നല്ലപോലെ തൊഴിച്ച് കളയാൻ പറ്റും പിശാചിന്. പിശാച് ചത്ത് വീഴും. അതാണ് നിങ്ങളുടെ എസൻസ്, സത്ത്. ഇപ്പോഴും നിങ്ങൾക്ക് പാല് മാത്രം കുടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഒരു മനുഷ്യൻ, ദാവീദ്, എന്തിനാണ് ദാവീദ് ഗോലിയത്തിനെ കണ്ടപ്പോൾ 40 ദിവസമായിട്ട് ഈ ഗോലിയാത്ത് വന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ശപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആര്? ഇസ്രായേൽ മക്കളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ കൺക്ലൂഷൻ വന്നു, ഓക്കെ, നിങ്ങൾ പരാജയപ്പെട്ട സൈന്യം, നിങ്ങളെപ്പോഴും നിങ്ങൾ പേടിച്ചോടുന്ന ഈ എലികളെ പോലെ ഇരിക്കുന്നവർ, നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് ഒരെണ്ണം പറഞ്ഞാട്ടെ, ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഗോലിയാത്തിന്റെ റെവലേഷൻ, ഒരു മനുഷ്യൻ നിങ്ങളുടെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ ശൗലിന്റെ ഭൃത്യനായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫെലിസ്ത്യരുടെ ഭൃത്യരായിട്ട് വരണം, അടിമയായിട്ട് വരണം. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. പാപം കൊണ്ട് നിങ്ങൾ പാപത്തിന്റെ അടിമയായി പോയി. നിങ്ങൾ ആ പാപത്തിലെ അടിമയായി, നിങ്ങൾ ജഡത്തിനടിമയായി. പക്ഷെ അതല്ല നിങ്ങളുടെ വ്യക്തിത്വം. ശരിക്കും നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയമക്കളാണ്. ഞാൻ ചില ഇൻസ്ട്രക്ഷൻസ് ഇപ്പോഴെപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരികയാണ്. നോക്കുക, ഒരു കാര്യം, ഒരു മനുഷ്യൻ വരിക, എന്നെ ഡിഫീറ്റ് ചെയ്യുക, എന്നെ പരാജയപ്പെടുത്തുക. 2 രാജ്യം, ഒന്ന് ഫെലിസ്ത്യൻ്റെ രാജ്യം, 2 ഇസ്രായേൽ മക്കളുടെ രാജ്യം. ഫെലിസ്ത്യൻ ഒരു രാജാവുണ്ട്, അവിടെ ഒരു സൈന്യമുണ്ട്. പക്ഷെ അവർക്കാർക്കും ഫെലിസ്ത്യരുടെ മുമ്പിൽ നിൽക്കുവാൻ ധൈര്യമുള്ള ഒരു രാജ്യത്തിൽ ഒരു മക്കളുമില്ല. പക്ഷെ ബൈബിൾ പറയുന്നു, യാക്കോബ് 2:20 പറയുന്നു, റോമർ 3:20-21 നിങ്ങൾക്ക് വായിക്കാൻ കഴിയും.
എല്ലാവരും പാപം ചെയ്തു, അവർ മഹത്വത്തിൽ നിന്ന് വീണുപോയി. റോമർ 3-ാം There is none righteous, no, not one. 11. There is none who നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. who does good, no, not one. ആരുമില്ല. 3:20, 3:23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരെ തീർന്നു. ഇസ്രായേൽ മക്കളെ പോലെ, ഇസ്രായേലിന്റെ സൈന്യത്തെ പോലെ അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞില്ല. നോക്കുക, മനുഷ്യരാശി ആദാമിന്റെ അനുസരണക്കേടിനാൽ, ഒരു മനുഷ്യന്റെ പാപത്താൽ എല്ലാ മനുഷ്യരും, ആദമിൽ നിന്ന് വന്നവരെല്ലാവരും അവർ പാപികളായി തീർന്നു. ആമേൻ. അതുകൊണ്ടാണ് സങ്കീർത്തനം 51 ദാവീദ് പറഞ്ഞത്, എൻ്റെ അമ്മ പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തായാലും അമ്മ പാപത്തിൽ ഗർഭം ധരിച്ചു, ആദാമിൻ്റെ ജനറേഷൻ വന്നു. പക്ഷേ പിതാവ് അവൻ്റെ പുത്രനാൽ നിങ്ങളെ ഗർഭം ധരിച്ചു, പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ചു. നിങ്ങളുടെ ശാരീരികമായുള്ള, നിങ്ങളുടെ ജഡികമായ അമ്മയിൽ നിന്നുമല്ല ഉണ്ടായത്, നിങ്ങൾ സ്വർഗീയമായ പിതാവിൽ നിന്നും ജനിക്കപ്പെട്ടവരാണ്. നിങ്ങൾ പിതാവിൻ്റെ, ദൈവത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു. അവർ ജഡത്തിന്റെ ഇഷ്ടത്തലമല്ല, മനുഷ്യന്റെ ഇഷ്ടത്തലമല്ല, പക്ഷെ ആത്മാവിൽ എത്ര ജനിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, എന്ത് സംഭവിച്ചു ഇവിടെ? ഗോലിയാത്ത് ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. ഒരു മനുഷ്യൻ, പറഞ്ഞാട്ടെ, ഈ ഫൈറ്റ് എല്ലാം ഒരു മനുഷ്യനാണ് ഉണ്ടാകുന്നത്. ഒരു ബാറ്റിൽ, ഒരു യുദ്ധം. റിസൾട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. അവിടെ ആരുമില്ലാത്തപ്പോൾ നിങ്ങൾക്കറിയാം, ദാവീദ് വന്നു. ഈ പുതിയ നിയമത്തിലും ഒരു ദാവീദ് വന്നു. ആദം ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്ത എല്ലാം വീണ്ടെടുക്കുവാൻ അവൻ പരിചയപ്പെട്ടു, അവൻ തകർക്കപ്പെട്ടു. പക്ഷേ ബൈബിൾ പറയുന്നു, യേശു കർത്താവ് രണ്ടാമത്തെ ആദമാണ്. നഷ്ടപ്പെട്ട ആദാമിൻ, ആദ്യത്തെ ആദം നഷ്ടപ്പെട്ടതെല്ലാം, ആമേൻ, ദാവീദ് എങ്ങനെയാണോ ഇസ്രായേൽ മക്കൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം പിടിച്ചെടുത്തത്, അതുപോലെ മനുഷ്യരാശിക്ക് വേണ്ടി യേശു കർത്താവ് മുന്നോട്ട് വന്നു. മരങ്ങൾ അടിച്ചാട്ടെ. ബൈബിൾ പറയുന്നു, യേശു കർത്താവ് എന്തൊക്കെയാണോ, ഞാൻ വന്നിരിക്കുന്നു. യേശു കർത്താവ് വന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ വന്നു. കാരണം ഒരു മനുഷ്യന് ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും നീതിമാനില്ല, ഒരു മനുഷ്യന് യോഗ്യരല്ല. ഞാനിപ്പോൾ തരുന്നത് ഇൻട്രൊഡക്ഷനാണ്. നോക്കുക, ബൈബിൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആരും നീതിമാനില്ല, എല്ലാവരും തകർക്കപ്പെട്ടു, എല്ലാവരും മഹത്തിൽ നിന്ന് വീണുപോയി. ആർക്കും ദൈവമായിട്ട് അവരുടേതായ സ്റ്റാൻഡേർഡ് കൊണ്ട് അവർക്ക് കണക്കാൻ കഴിയുകയില്ല. ആദം സകല നഷ്ടപ്പെടുത്തിയപ്പോൾ അവന് ദൈവമായിട്ട് ചേർന്ന് നിൽക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം നോക്കുകയാണെങ്കിൽ ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാനിടയായി, ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് മാറുവാനിടയായി. ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിരുന്നു. പക്ഷേ അവരുടെ പാപത്തിൻ്റെ ജീവിതം ദൈവത്തിൽ നിന്ന് മാറുവാനിടയായി. ദൈവം എപ്പോഴും മനുഷ്യരുടെ നിന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ പർവ്വതത്തിൽ വന്നു, കൂടാരത്തിൽ വന്നു, അവൻ ആലയത്തിൽ വന്നു. മോശയോട് പറഞ്ഞു, മോശേ, നീ കൂടാരത്തിൽ നീ ദൈവപ്പെട്ടകം വയ്ക്കുക, അതിന് പുറത്ത് ജനങ്ങൾ വസിക്കട്ടെ. ബൈബിൾ പറയുന്നു, കൂടാരം നടുക്കായിരിക്കും, എല്ലാ ഗോത്രവും അതിന് ചുറ്റും വസിക്കുന്ന കണക്കിനും. ദൈവത്തിനൊരു തോന്നൽ, ഒരു ആഗ്രഹമുണ്ട്, എപ്പോഴും തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കണം. ശരിക്കും പറഞ്ഞ ദൈവത്തിന് അവൻ്റെ ജനത്തിനോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പാപം ദൈവത്തിൽ നിന്ന് അവരെ
അകറ്റുന്നിടയായി. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ പരിശുദ്ധത അതൊന്നും അവർ വാഴുവാൻ ഈ പാപം അനുവദിച്ചില്ല. അതുകൊണ്ട് പാപത്തിന് ജഡ്ജ്മെൻ്റ് ആവശ്യമാണ്. എങ്ങനെയോ അവരുടെ ജനങ്ങളെ ദൈവമായിട്ട് കൂട്ടിവെച്ചിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, ഒരുപാട് ഓഫറിങ് കൊടുത്തു. ലേവ്യരുടെ പുസ്തകം നിങ്ങൾക്ക് വായിക്കാം. 1, 2, 3, 4, 5 എല്ലാം ഒരുപാട് യാഗങ്ങളെ പറ്റി പറഞ്ഞ് കാണാൻ കഴിയും. പാപങ്ങളുടെ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരുപാട് യാഗങ്ങൾ ബൈബിൾ പറഞ്ഞത് പഴയ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രോധത്തെ അടയ്ക്കുവാൻ, ആ പാപത്തിൻ്റെ ക്രോധത്തെ അടയ്ക്കുവാൻ വേണ്ടിയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം എബ്രായർ 9-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ 11-ാം വചനം, ക്രിസ്തുവ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനെ വന്നിട്ട് കൈപ്പണിയല്ലാത്തത് എന്ന് വെച്ചാൽ ഈ സൃഷ്ടികൾ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടി ആട്ടുകുറ്റന്മാരുടെ പശുക്കിടാങ്ങളുടെ രക്തത്താലല്ല സ്വന്തം രക്തത്തിൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മരണപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനെ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനെ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ഈ പഴയ നിയമത്തിലെ യാഗങ്ങളൊന്നും മതിയതല്ല. അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യനായി വന്നു. അവൻ ദൈവത്തിൻ്റെ രൂപം മനുഷ്യൻ്റെ രൂപത്തിലെടുത്ത് വന്നു. അവൻ യേശുവായി വന്നു. അവൻ ജഡമായി ഇവിടെ വരുവാനിടയായി. എന്താണ് പഴയ നിയമത്തിൽ? ആട്ടുകൊറ്റൻ്റെ പശുവിൻ്റെ രക്തം എന്ത് ചെയ്തു? ആ രക്തം കൊണ്ട് പാപങ്ങൾ മറയ്ക്കപ്പെട്ടു. അടുത്ത ചാപ്റ്റർ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ 10, ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്കുള്ള സൽഗുണപൂർത്തി വരുത്തുന്ന ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോഭാവം പിന്നെ ഇല്ലായിക്കൊണ്ട് യാഗം കഴിക്കുന്ന നിന്ന് പോകുകയില്ലയോ? അവിടെ എപ്പോഴും എല്ലാ ആണ്ടിലും യാഗങ്ങൾ നടക്കുന്നുണ്ടായിരിക്കുന്നു. അതൊരിക്കലും അവരെ നല്ലതാക്കി നിർത്താൻ കഴിയുന്നില്ല, നീതീകരിക്കാൻ കഴിയുന്നില്ല, അവരുടെ പാപം നിർത്തുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പാപിയെ അവരെ പരിശുദ്ധരാക്കാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ മക്കളാക്കാൻ കഴിയുന്നില്ല. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അബ്രഹാമിനെ തൊട്ട് ദൈവത്തെ പിതാവെന്ന് വിളിച്ചിട്ടില്ല. യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു എൻ്റെ സ്വർഗീയ പിതാവേ എന്ന് വിളിച്ചു. കാരണം അവിടെ ചില റിലേഷൻഷിപ്പ് വീണ്ടെടുക്കപ്പെടാനുണ്ടായിരുന്നു, ബന്ധം വീണ്ടെടുക്കപ്പെടുന്നുണ്ടായിരുന്നു. ക്രിസ്തു വന്നപ്പോൾ ക്രൂശിങ്കൽ പോയപ്പോഴാണ് ആ വീണ്ടെടുപ്പ് ശ്രദ്ധിച്ചത്. അതുവരെയുള്ള മൃഗങ്ങളുടെ യാഗങ്ങളെല്ലാം അത് മതിയാകുന്നല്ലായിരുന്നു. ഏതാണ് ഏറ്റവും നല്ല ഏറ്റവും ശരിയായുള്ള യാഗം ഏതാണ്? പാപമില്ലാത്തൊരു മനുഷ്യന്റെ രക്തം. അതുകൊണ്ട് പാപമില്ലാത്തൊരു മനുഷ്യന്റെ രക്തം അവിടെ ചൊരിയണമായിരുന്നു. പാപമില്ലാത്ത രക്തം ചൊരിയണമായിരുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. പറഞ്ഞട്ടെ ബൈബിൾ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 5:21 പറയുന്നു, അവൻ പാപമറിയാത്തവനായി വന്നു. പാപമറിയാത്തവനെ നാം അവന് ദൈവത്തെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നമുക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തോട് നീതീകരണമുണ്ട്, ദൈവത്തിന് സമാധാനമുണ്ട്, ദൈവത്തിൻ്റെ മക്കളായിരിക്കും, നമുക്ക് യോഗ്യതയുണ്ട്, നമ്മൾക്കിനി കുറ്റബോധപ്പെടേണ്ട ആവശ്യമില്ല. കാരണം യേശു കർത്താവിൻ്റെ രക്തം നമ്മളെ കഴുകിയിരിക്കുന്നു. നമ്മളുടേതായ എന്തെങ്കിലും ക്രിയ കൊണ്ട് നമ്മൾക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാം ഒരൊറ്റ വ്യക്തി, ഞാൻ പറയട്ടെ, ഒരൊറ്റ വ്യക്തി, ആ ഒരു വ്യക്തി നമ്മൾക്ക് വേണ്ടി പാപമായി. ആ ഏദൻ തോട്ടത്തിൽ ആദം നശിപ്പിച്ചതെല്ലാം ഇവിടെ ക്രിസ്തു യേശു അവൻ തന്നെ നമ്മുടെ പാപമെല്ലാം ഏറ്റെടുത്ത്, മുഴു ലോകത്തിന്റെ പാപം ഏറ്റെടുത്ത് നമ്മുടെ നീതിയായിരിക്കുന്നു. നോക്കുക, ഇത് ആർക്കാണ് പാപം അറിയാതിരിക്കുന്നത്? യോഹന്നാൻ 1:39 കാണാൻ കഴിയും. യേശു കർത്താവ്
യോഹന്നാൻ സ്നാപകൻ പറയുന്നൊരു കാര്യമുണ്ട്, നോക്കുക, പാപത്തെ ചുമക്കുന്ന, ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, അവൻ ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുമെന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. യേശുവിൽ തന്നെ പറയാനിടയായി. ശിഷ്യന്മാർ പറഞ്ഞു, ഓ, ഈ ലോകത്തിന്റെ പ്രഭു എൻ്റെ അടുക്കൽ വരുന്നു, പക്ഷേ അവന് എന്നിൽ ഒരു കാര്യവുമില്ല. ഓ, നിങ്ങൾ കരമടിച്ചാട്ടെ. യേശു കർത്താവ് പാപമില്ലാത്തവനായിരുന്നു. അവൻ പുരുഷന്റെയോ സ്ത്രീയുടെ ഇഷ്ടപ്രകാരമല്ല, അവൻ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ജനിക്കപ്പെട്ടത്. ഇത് മറിയ ഗർഭവതിയായത് ദൈവത്തിൻ്റെ വിത്തിനാലാണ് ജനിക്കപ്പെട്ടത്. അവിടെ പാപമില്ലാത്ത ഒരു കുഞ്ഞ് ജനിക്കപ്പെടുവാനിടയായി. നോക്കുക, അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ പാപമില്ലാത്തവനായി ജീവിച്ചു. അവനെ തന്നെ വളരെ ക്ലിയറായി, വളരെ പാപത്തിനെതിരായി ജീവിച്ചു. അതുകൊണ്ട് പാപത്തിന് മേൽ ജയം ലഭിക്കാനിടയായി. ഹല്ലേലൂയ. വളരെ നല്ലൊരു, അത് ഏറ്റവും കറക്റ്റായിട്ടൊരു യാഗം അവിടെ നടക്കുവാനിടയായി. പിശാചിന്റെ രാജ്യത്തിനെതിരെ ഇതല്ല, അബ്രഹാമല്ല, എലീഷയല്ല, ഇത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു, നസ്രായനായ യേശു ക്രിസ്തു. ആമേൻ. യേശു അവൻ ഏക മനുഷ്യനായി വന്നു. ഓ, ഏകന്റെ ലംഘനത്താൽ പാപം വന്നു, മരണം ലോകത്തിൽ കടന്നു. പക്ഷെ ഇപ്പോൾ മറ്റൊരു മനുഷ്യൻ്റെ അനുസരണത്താൽ ജീവിതം വന്നു. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നറിയാമോ? 5:21 വളരെ വലിയ റെവലേഷനാണ്. നമ്മളത് മെമ്മറൈസ് ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും ഓർക്കണം. ദൈവം അവനെ, യേശുവിനെ പാപമാക്കി. അതുകൊണ്ട് നമ്മൾ അവൻ്റെ ദൈവത്തിൻ്റെ നീതിയായി തീർന്നു. ഓ, നിങ്ങൾ കരമടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് നീതി എന്ന് ഞാൻ പറയട്ടെ. ഞാൻ പിന്നെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 1 വചനമുണ്ടല്ലോ, വിഗ്രഹങ്ങൾക്കും 2 കൊരിന്ത്യർ 6:14 മുതലുള്ള വചനങ്ങൾ. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് വിരലോടും എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമേ എന്തോ ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചത. നാം ദൈവത്തിൻ്റെ ആലയമല്ലോ. നോക്കിക്കോട്ടെ, പൗലോസ് 2-3 കാര്യങ്ങളോട് പറയുകയാണ്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച പറഞ്ഞാട്ടെ, നീതിയും അധർമ്മവും. അടുത്തെന്താണ്? വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ. ഒരു സൈഡിൽ ഡാർക്ക്നെസ്, ഇരുള്, മറ്റൊരു സൈഡിൽ വെളിച്ചം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. നിങ്ങൾക്ക് നോട്ടിൽ ഞാൻ ഈ പറയുന്നത് എഴുതുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഒരു സൈഡിൽ എഴുതുക നീതി, വെളിച്ചം, വിശ്വാസി, ക്രിസ്തു. അടുത്ത സൈഡിൽ അധർമ്മം, ഇരുള്, ബലിയാൽ, അവിശ്വാസി, വിഗ്രഹം അല്ലെങ്കിൽ പിശാച്. എന്ത് മനസ്സിലാക്കി? വിശ്വാസം, അവിശ്വാസം, നീതി, അധർമ്മം, വെളിച്ചം, ഇരുൾ. അടുത്ത് എന്താണ് വരുന്നത്? നീതിയും വെളിച്ചവും വിശ്വാസിയും Christ. What do you mean? You may die, you may. So he became sin. He became sin. He made him sin so that we might become righteousness. That means God made Christ as a sinner on the cross. You know why? To make sinner as Christ today. You know what is righteousness? No, it's not something, a formula. Righteousness is nothing but
When you believe that you are the righteousness of God, God made you righteous. It's nothing but God made you as a little Christ. Hallelujah. Everybody say righteousness means I am a little Christ. The Christ nature, the Christ image, the Christ holiness, the Christ authority, the Christ lifestyle have ഇത് been. രീതി അത് നിങ്ങളുടേതായി തീരുന്നു. For that, what happened? God made him. അതിനെന്ത് സംഭവിച്ചു? ദൈവം അവനെ പാപം അറിയാത്തവനായി സൃഷ്ടിച്ചു. പക്ഷേ അവൻ പാപം അറിയാൻ തന്നെ ജീവിച്ചു. അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ഹല്ലേലൂയ. നിങ്ങൾക്കിപ്പോൾ നീതിയെപ്പറ്റി മനസ്സിലാക്കുന്നുണ്ടോ? എന്തോ ഒരു സ്റ്റാർ നിങ്ങളുടെ ഡ്രസ് നമ്മുടെ യൂണിഫോമിൽ വന്നതുപോലെയല്ല. റെവറൻറ്റ്, ഡോക്ടർ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ മുഴു സ്വഭാവവും ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് മാറിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ സ്വഭാവമാണോ നിങ്ങളുടെ സ്വഭാവമാണോ വലുത്? ദൈവത്തിൻ്റെ സ്വഭാവം. നിങ്ങളുടെ സ്വഭാവത്തെ ദൈവത്തിൻ്റെ സ്വഭാവം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷം കഴിയുമ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവം വലുതായിട്ട് വെളിപ്പെടുന്നു. നല്ല ചിന്തകൾ, നീതീകരണം, ഹീലിംഗ്, ഡെലിവറൻസ്, സൗഖ്യം, വിടുതൽ, വാഴ്ച, അധികാരം, അതെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. വലിയ ജയകരമായ ക്രിസ്ത്യ ജീവിതം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കൊടുങ്കാലിന് നടുവിൽ ഉള്ള ശാന്തത അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഭയമില്ലായ്മ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. ഒരൊറ്റ മനുഷ്യന് ലംഘനത്താൽ മരണം വന്നു. പക്ഷേ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ എന്ത് വന്നു? ജീവൻ വന്നു. പറഞ്ഞിട്ട് ജീവൻ വന്നു. ഇത് നീതീകരിക്കപ്പെട്ട ജീവനാണ്. ഇത് പരിശുദ്ധമായ ജീവനാണ്. നിങ്ങളുടെ പ്രാർത്ഥനയോ യാചനയോ, അയ്യോ എനിക്ക് നല്ല ചിന്ത തരണമേ, എനിക്ക് നല്ല മനസ്സ് തരണമേ, വിശുദ്ധിയുടെ മനസ്സ് തരണമേ, നല്ല ചിന്ത തരണമേ, എൻ്റെ ജീവിതം ചേഞ്ച് ആക്കണമേ, എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതം മാറ്റാൻ കഴിയും, ഇത് അങ്ങനെ പ്രാർത്ഥന വരുന്നതൊന്നല്ല. ഇത് നിങ്ങൾ തന്നെ മാറി നിങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ വരുന്നത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് മാറ്റം വരുന്നത്. പറഞ്ഞട്ടെ, ഇതൊരു ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവം വെളിപ്പെടുന്നതല്ല. പറഞ്ഞട്ടെ, ഞാൻ പറഞ്ഞു. പറഞ്ഞട്ടെ, ഹല്ലേലൂയ. ഇതൊരു സ്വഭാവം മാറ്റുന്നതല്ല, ഇത് വിശ്വാസം മാറ്റുന്നതിലാണ് കാര്യം. എന്താണ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു യങ് ബോയ് ആയിട്ട് ഇവിടെ വരുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ചില കാര്യങ്ങൾ എന്നെപ്പറ്റി റോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായി. അതുകൊണ്ട് ഞാൻ തെറ്റായ ചില കാര്യങ്ങൾ ചിന്തിച്ചു. നോക്കുക, ജനങ്ങൾ നിങ്ങളുടെ തെറ്റായ കാര്യങ്ങളെ പറ്റി പറയും. നിങ്ങളുടെ തെറ്റായ കാര്യങ്ങളെപ്പറ്റി അവർ സംസാരിക്കും. അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. വിശ്വസിക്കുക. നിങ്ങളുടെ ശരിയായ സ്വഭാവത്തെപ്പറ്റി വിശ്വസിക്കുക. നിങ്ങളുടെ ക്രിസ്തുവിലുള്ള സ്വഭാവത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ ചിന്തയെ മാറ്റുക. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. നോക്കുക, ലാസറസിനെ നാറ്റം വെച്ചിരിക്കുന്നു എന്നുള്ളത് പറയാനിടയായി. അത് ലാസറസിനെ അടക്കിയ ഉടനെ 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു. നോക്കുക, നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എല്ലാം ബലഹീനമായിരിക്കുന്നു. അതെ, ശരിയാണ്. പക്ഷേ അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇതാണ് ഞാൻ, എൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടിരുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതമായിരിക്കേണ്ടത്. അല്ല, ദൈവം പറയുകയാണ് അങ്ങനെയല്ല. അതിനെതിരെ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുക. എന്താണ് അസാധ്യമായിട്ടുള്ളത് അത് തന്നെ വിശ്വസിക്കണം. അത് സാധാരണമായ കാര്യമല്ലല്ലോ, സൂപ്പർ നാച്ചുറൽ അസാധാരണമായ കാര്യമല്ലേ. അത് സാധ്യമായിരുന്നില്ല. എന്നെക്കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പുതു സൃഷ്ടിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല, എനിക്ക് അതേ മനസ്സാണ്, അതേ ചിന്തയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ, 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാം. ഞാൻ എത്രത്തോളം അഫക്റ്റായി, എനിക്ക് എങ്ങനെ ഒരു പുതു സൃഷ്ടിയാണെന്ന് പറയാൻ കഴിയും. ഇത് നിങ്ങളുടെ മനസ്സിലറിയുന്ന കാര്യമല്ല. നിങ്ങൾ എന്താണ് ബൈബിൾ പറയുന്നത് അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ മനസ്സ് മാറുന്നത്. നിങ്ങളുടെ മനസ്സൊരു കമ്പ്യൂട്ടർ പോലെയാണ്, അതിന് റെക്കോർഡുണ്ട്. മനസ്സൊരിക്കലും നിങ്ങളല്ല. നിങ്ങളുടെ കമ്പ്യൂട്ടർ കാർ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് ഉള്ളത് പോലെ നിങ്ങളുടെ ഉള്ളിൽ മനസ്സുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങളല്ല, നിങ്ങൾ ആത്മമനുഷ്യനാണ്. എന്താണ് ശരിക്കും നിങ്ങളുടെ ആത്മാവിനെ പറ്റി പറയുന്നത്? അതാണ് നിങ്ങൾ. എന്താണ് പിശാച് നിങ്ങളുടെ ചെയ്തത്? അത് നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചടക്കാൻ നോക്കി. ആത്മാവിനെ ചില കാര്യങ്ങൾ, അവൻ്റെ നുണകളെ നിറയ്ക്കാൻ നോക്കി, അവൻ്റെ അറ്റങ്ങൾ നിറയ്ക്കാൻ നോക്കി. നിങ്ങളത് വിശ്വസിച്ചു, അതാണ് ഞാൻ എന്ന് നിങ്ങൾ വിചാരിച്ചു. നിങ്ങളത് വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കുന്നു. പക്ഷേ ഇന്ന് ദൈവം നിങ്ങൾ അറ്റൻഷൻ എടുക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകളെ മാറ്റുക.
Verse 9. സെഫന്യ 3:9. In that day, അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായ അധരങ്ങൾ വരുത്തും. which you transgress against me, for then I will take away from your midst those who rejoice in your pride, and you shall no longer be haughty. 13, 14. Sing, O daughter of Zion, shout, O Israel. 14. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക. Yes, I am. പറഞ്ഞാട്ടെ, സിയോൻ പുത്രിയെ, അതെ ഞാനിവിടെ ഉണ്ട്. O daughter of Zion, സിയോൻ പുത്രിയെ പാടുക, ഘോഷിച്ചാനന്ദിക്ക. ഇസ്രായേലെ ആർപ്പിടുക. യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. away you are. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. You shall see disaster no more. 17. The Lord 17-ാമത്തെ വചനം. നിന്റെ ദൈവമായ യഹോവ. 16 മുതൽ. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ഹല്ലേലൂയ. rejoice over you. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. With his love, he will rejoice over you. With ശരിയായ ട്രാൻസ്ലേഷൻ, തൻ്റെ സ്നേഹത്തിൽ അവൻ നിന്നെ മിണ്ടാതാക്കിയിരിക്കുന്നു, അതായത് നിന്നെ ശാന്തമാക്കിയിരിക്കുന്നു. ഘോഷത്തോടെ നിങ്ങൾ ആനന്ദിക്കും. നോക്കുക, എന്താണ് ദൈവം പറയുന്നത്? അത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. നിന്റെ ന്യായവിധികളെല്ലാം മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ന്യായവിധികളാണ്. സ്വന്തമായി വിധിക്കുക. നമുക്കറിയാം ആരാണോ കൂടുതൽ കുറ്റം വിധിക്കുന്നത് അവരാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത്. ആരാണോ കൂടുതൽ മുറിപ്പെടുത്തുന്നത് അവരുടെ മുറിപ്പെടുത്തും. ആരോട് തിരസ്കരിക്കുന്നത് അവരാണ് മറ്റുള്ളവർ എപ്പോഴും തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. they accept themselves. ആരെങ്കിലും നിങ്ങൾ തിരസ്കരിക്കുന്നെങ്കിൽ അവരെ തന്നെ സ്വീകരിച്ചിട്ടില്ല. കാരണം ബൈബിൾ പറയുന്നു, Will rejoice over you. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്നവരുടെ നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നെ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. By his love, still there is അവൻ്റെ സ്നേഹത്തിൽ അവൻ നിന്നെ ശാന്തമാക്കി വെച്ചിരിക്കുന്നു. അതേ, നിങ്ങളുടെ ഉള്ളിൽ വലിയ യുദ്ധമുണ്ട്, വലിയ വ്യക്തിപരമായ യുദ്ധമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഓപ്പോസിറ്റ് ചില സംഭവിക്കുന്നു, ചില കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ നിങ്ങൾ അതെല്ലാം ഒരു മൂലയ്ക്ക് മാറ്റിവെച്ചാട്ടെ. ദൈവം പറയുന്നു, നിന്നെ ഞാൻ ശാന്തമാക്കിയിരിക്കുന്നു. എന്താണ് നിങ്ങൾ ശാന്തമാക്കാൻ കഴിയുന്നത്? അവൻ്റെ സ്നേഹം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഇളയപുത്രൻ പറഞ്ഞ, അയ്യോ എൻ്റെ പിതാവിൻ്റെ ഭവനം. അവൻ പിതാവിൻ്റെ ഭവനത്തെ പറ്റി ഓർമ്മ വന്നു. എന്താണ് അവൻ ഓർമ്മിച്ചത്? അവൻ്റെ പിതാവിൻ്റെ ഭവനം നല്ല ആഹാരമുണ്ട്. അവന് ആഹാരം വേണമായിരുന്നു. ആത്മിക ആഹാരം നമ്മൾക്ക് ആവശ്യമാണ്, അല്ലേ? അവനതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ പിതാവിനെ ഉടനെ അവന് മനസ്സിലായി, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ വിടുവിക്കപ്പെട്ടു. പക്ഷേ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, പിശാച് 2 കാര്യം ചെയ്യും. ഒന്ന്, അവൻ നിങ്ങളെ യേശുവിനെ സ്വീകരിക്കൽ നിന്നും തടയാൻ നോക്കും. എന്ന് വെച്ചാൽ അവൻ രക്ഷിപ്പിൽ നിന്ന് തടയാൻ നോക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇവിടെ സ്കൂൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വരുന്നിരിക്കത്തില്ല. എന്തുകൊണ്ട്? നിങ്ങളിവിടെ തകർക്കപ്പെട്ടു. അടുത്തത്, നിങ്ങളെ അവൻ ഉപയോഗശൂന്യമാക്കാൻ നോക്കും. അവൻ നിങ്ങളെ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കും തടയും. അവൻ നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപയോഗപ്രദമായ പാത്രമാകാതിരിക്കാൻ വേണ്ടി തടയും. അല്ലെങ്കിൽ എപ്പോഴും മാർത്തയെപ്പറ്റിയുള്ളൊരു ബോധത്തിലിരിക്കും. മാർത്ത എപ്പോഴും ഓരോരോ കാര്യങ്ങളിൽ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ആരും എന്നെ സഹായിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ സ്വന്തമായ കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അവൾ ക്രിസ്തു 2 കാര്യം പിശാച് ചെയ്യാനിടയായി. എന്ത് സംഭവിച്ചു? അവൻ്റെ ഹൃദയം തിളച്ചുകൊണ്ടേയിരുന്നു. അകത്തെ ഹൃദയം തിളച്ചുകൊണ്ടിരുന്നു. ഇമോഷണൽ. അവൻ്റെ ഹൃദയത്തിനകത്ത് നീരസവും ഈർഷ്യവും കാഠിന്യവും, എല്ലാ ദിവസവും ഈർഷ്യം, നീരസം, ബന്ധങ്ങളിൽ കുറ്റബോധം. ഇപ്പോഴും അതിൻ്റെ വേരുണ്ട്. ആ ഒരു വേരെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രിയാണെന്നുള്ള ബോധ്യം വന്നിട്ടില്ല. നിങ്ങളൊരു സെർവൻ്റാണ്, ദാസിയാണെന്നുള്ള വ്യത്യാസം ഇരിക്കുന്നത്. ഓക്കെ, ആ ഇളയമൻ വിചാരിച്ചു അപ്പൻ്റെ വീട്ടിലാണെങ്കിലോ വേലക്കാർ വരെ നല്ലത് കഴിക്കുന്നു, പക്ഷേ അവനെന്നെ സ്വീകരിക്കും. സാരമില്ല, ഒരു കാര്യം ചെയ്യും, ഞാൻ അവൻ്റെ അടുത്ത് മകനായിട്ട് ഞാൻ പോകുന്നില്ല, അപ്പനും മകട്ടിരിക്കേണ്ട, ഞാനൊരു വേലക്കാരനായിട്ട് പോകാം. ഇത് സംഭവിച്ചെന്നറിയാമോ? വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചാട്ടെ. മകൻ വന്നപ്പോൾ അവൻ അപ്പൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ പിതാവ് അവൻ്റെ അടുക്കൽ വന്നു.
പിതാവേ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് നിന്നെ മകനെ വിളിക്കാൻ വേണ്ടി ഞാൻ യോഗ്യനല്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാമോ പിതാവേ, എന്നെ ഒരു വേലക്കാരനായിട്ട് നിന്നെ സ്വീകരിച്ചാട്ടെ. ഇവിടെ ഒരുപാട് പലതരത്തിലുള്ള ലെവലുള്ള വേലക്കാരുണ്ടോ, ഏതെങ്കിലും ഒരു വേലക്കാരനായിട്ട് വെച്ചോട്ടെ. അപ്പോൾ എന്താണ്, ഞാൻ സ്വർഗത്തിൽ നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു, നിന്നെ പിതാവായിട്ട് മകനെ വിളിക്കാൻ യോഗ്യനല്ല. പക്ഷെ പറഞ്ഞാട്ടെ, പക്ഷേ നിങ്ങൾക്ക് എല്ലാ കുറ്റബോധങ്ങളും നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അത് അവിടെ തന്നെ നിൽക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവരെന്താന്ന് പറഞ്ഞത്, ഞാൻ എന്ത് പഴയതുപോലെ ഇരിക്കുകയില്ല. പക്ഷേ പിതാവ് വേലക്കാരോട് പറഞ്ഞു, ഏറ്റവും നല്ല അങ്കി എടുത്തുകൊണ്ട് വരിക. അവൻ എഴുന്നേറ്റു, എന്നിട്ട് അവൻ പിതാവിൻ്റെ അടുക്കൽ പോയി. പക്ഷേ അവൻ്റെ വാതിൽക്കൽ ആ ഗേറ്റിലേക്ക് വരുന്നതിന് മുമ്പേ പിതാവ് അവനെ വരുന്നത് കണ്ടു. പിതാവ് അവനെ കാണുന്നിടയായി. അവൻ പിതാവിൻ്റെ ആ വാതിലിൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പേ പിതാവിന് ദേഷ്യം ജ്വലിച്ചു. ആണോ? പിതാവിന് ദേഷ്യം വന്ന് ക്രോധത്തിലൊരു ചാട്ടയെടുത്ത് അടിക്കാൻ വേണ്ടുന്നു. എൻ്റെ പേര് കെടുത്തിയ മകൻ വരുന്നു. ആണോ? നിങ്ങളുടെ പിതാവിനെ കണ്ടാട്ടെ. ഹല്ലേലൂയ. പിതാവ് ആർദ്രതയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. പറഞ്ഞാട്ടെ, പിതാവേ സ്നേഹമുള്ള പിതാവ്, ആർദ്രതയുള്ള പിതാവ്. ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ വീണ് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ഉമ്മ വെച്ചു. എന്നാലും ഈ മനുഷ്യന് മനസ്സിലായില്ല. ഇല്ല, ഞാൻ വിചാരിക്കുന്ന മാതിരി നല്ലൊരാളല്ല, അങ്ങനെ നിങ്ങൾ പറയത്തില്ല. പക്ഷേ പറഞ്ഞു, ഏറ്റവും നല്ല അങ്കി കൊണ്ടുവന്നാട്ടെ, അവനെ ഉടുപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആദ്യം ദൈവം അവനെ സ്നേഹിച്ചു, അവനെ ചുംബിച്ചു. പിതാവിനെ സ്നേഹിച്ചു, അവനെ ഉമ്മ വെച്ചു ആണ് പറയുന്നു. ഗ്രീക്ക് ബൈബിളിൽ പറയുന്നു, അവന് ഒരു ഉമ്മയല്ല കൊടുത്തത്. നമ്മുടെയൊക്കെ വീട്ടിൽ അപ്പനൊക്കെ വന്ന് ഒരു ഉമ്മ തരുന്നത് വലിയ കാര്യമാണ്. എൻ്റെ അപ്പൻ എന്നെ ഉമ്മ തന്നത് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷെ തന്നു കാണും. പക്ഷേ നമ്മളൊക്കെ വളർന്നു കഴിഞ്ഞാൽ വലിയ പാവം. നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം താലോലിക്കും. കുഞ്ഞായിരിക്കുമ്പം എന്നിട്ടൊരു വളരുമ്പം നമ്മൾ അടിച്ച് ശരിയാക്കും. അതുകൊണ്ട് പുറത്തു പോയി അവരടി ഉണ്ടാക്കും. നമ്മളങ്ങനെ ചെയ്യരുത്. നോക്കുക, ഈ നല്ലൊരു അപ്പനാണ്. നോക്കുക, നമ്മുടെ സൗത്ത് ഇന്ത്യൻ അപ്പൻ്റെ കണക്കല്ല, പ്രസ്റ്റീജ് വലിയ അധികാരഭാവത്തിൽ നടക്കുന്ന അപ്പനല്ല. പക്ഷെ സ്വർഗീയ അപ്പനാണെങ്കിലോ നോക്കുക, പല സമയത്തും നമ്മൾ എന്താണ് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളർന്നു വന്ന രീതി അങ്ങനെയാണ്. നമ്മൾ സ്നേഹിക്കപ്പെട്ടിട്ടില്ല, നമ്മൾ കെയർ ചെയ്യപ്പെട്ടില്ല, നമുക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല, അങ്ങനെ ഒരു കെയർ ലഭിച്ചിട്ടില്ല. ജനങ്ങൾക്ക് കിട്ടേണ്ട ശരിക്കുമുള്ള കെയർ ലഭിച്ചിട്ടില്ല. നല്ല സ്നേഹം കിട്ടുമായിരുന്നു, കിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ശൂന്യത ഉണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ നാട്ടിൽ രക്ഷിക്കുന്ന വീരനായിരിക്കുന്നു. അവൻ നിങ്ങൾ ഘോഷത്തോടെ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. അവൻ നിങ്ങളെ അവൻ്റെ സ്നേഹത്താൽ അടക്കി വെക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മകനാണെങ്കിൽ കുറ്റബോധത്തിലാണ് വന്നിരിക്കുന്നത്. അയ്യോ, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പ, എന്നെ ഒരു വേലക്കാരനാക്കണമേ. അവൻ്റെ സ്നേഹത്താൽ ആ മകനെ അവൻ അടക്കി. എങ്ങനെ? അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി നല്ല വസ്ത്രം വന്നു, നല്ല ചെരുപ്പ് വന്നു, മോതിരം വന്നു, നല്ല ഷേവിങ് വന്നു, ബ്യൂട്ടി പാർലർ ഫേഷ്യലും എല്ലാം വന്നു. അവൻ ഒരു നല്ല മാപ്പിളയെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉറക്കെ പറയാൻ പറ്റുമോ? നന്ദി ഡാഡി, നന്ദി അപ്പാ, നന്ദി അപ്പാ. അവൻ തൻ്റെ സ്നേഹത്താൽ അവൻ നിങ്ങളെ അടക്കി പിടിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പാപം കണ്ടുകഴിഞ്ഞ് നിനക്കറിയാമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കറിയാമോ ഞാൻ ആരാണെന്നുള്ളത്? അയ്യോ ശരി. പക്ഷെ നിങ്ങളുടെ പിതാവ് ഡിഫറൻ്റ് ആണ്. ഹല്ലേലൂയ. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ അവൻ വ്യഭിചാരത്തിൽ ഒരു സ്ത്രീയെ ജനങ്ങൾ പിടിക്കുവാനിടയായി. എന്നിട്ട് ലേഡി സ്കൂളിൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, ഒരു മാൻ മാത്രമാണ് വിട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഡിഫറൻ്റ് ആണ് സീന. എല്ലായിടത്തും പുരുഷന്മാർ. അവൾ വളരെ വൃത്തികെട്ടൊരു പാപത്തിലൂടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ചിന്തിച്ചാട്ടെ, അവളുടെ വികാരത്തെപ്പറ്റി ചിന്തിച്ചാട്ടെ, അവളുടെ മനസ്സിൻ്റെ നില എന്തായിരിക്കും? അവളത്ര ഇമോഷണലി വിഷമിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പല ആൾക്കാരും ഇങ്ങനെ മരിക്കുന്നത് കണ്ടിട്ടില്ലേ? തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു, അവർ ദുഃഖിക്കുന്നു. അവർക്ക് അവരുടെ നല്ല ഭാവിയെ പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ല. അവർ ആത്മഹത്യ ചെയ്യുന്നു. കാരണം അവർ ഓൾറെഡി അവരുടെ ജീവിതം നശിക്കപ്പെട്ടു, അവർ ഉപയോഗിക്കപ്പെട്ടു, അവർ നിരാശയ്ക്ക് അടിമയായിരിക്കുന്നു.
Like a Samaritan woman, ഒരു ശമര്യക്കാരിയായ സ്ത്രീ വന്നതുപോലെ യേശുവിൻ്റെ അടുക്കൽ വന്നു. Jesus told, bring your husband. She told, no, I don't have a husband. നിൻ്റെ ഹസ്ബൻഡോട് ചോദിച്ചു, ഇല്ല എനിക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞു. ഇല്ല, നിനക്ക് കറക്റ്റാണ്, നിനക്ക് ഞാനുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവൻ ഭർത്താവല്ല. എപ്പോഴും ഒരു ശൂന്യത, സ്നേഹിക്കാൻ കഴിയുന്നില്ലെന്നുള്ള ശൂന്യത ഇരിക്കുന്നു. ഇപ്പോൾ പോലും പല സമയത്ത് ഞാൻ ചില ഇൻ്റർവ്യൂ കാണാനിടയായി, വലിയ വലിയ സ്റ്റാർ ആൾക്കാരുടെ ഇൻ്റർവ്യൂ കാണാനിടയായി. നീതീകരണം അത് നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് ഹൃദയം ശാന്തമാകുന്നു. ദൈവത്തിൻ്റെ സമാധാനമാണ്. നിങ്ങൾ ഒരിക്കലും ഒന്നിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കില്ല, ഒന്നിനും വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കില്ല. പാപത്തിന് നിങ്ങളെ ആകർഷിക്കാൻ കഴിയത്തില്ല. ഒരു പുരുഷനെ നിങ്ങൾ ആകർഷിക്കാൻ കഴിയത്തില്ല. ദൈവത്തെക്കാൾ കൂടുതൽ ആകർഷിക്കാൻ കഴിയില്ല. നിങ്ങൾ വളരെ അധികമായി നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കും. ദൈവം നിങ്ങളുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ പുറകിൽ ഓടുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങൾക്ക് സ്വീകരിക്കണമേ, സ്നേഹം വേണമേ എന്നുള്ളതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാറിയിരിക്കാൻ കഴിയും. കാരണം ഏറ്റവും വലിയ സ്നേഹിതൻ്റെ പ്രിയയാണ് നിങ്ങൾ, സ്നേഹിതയാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ഇനി ആർക്കും നിങ്ങൾ ഒരുടയവൻ ആർക്കും നിങ്ങൾ ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. മറിയയോട് ദൈവം വന്ന് പറഞ്ഞു, നീ കൃപ ലഭിച്ചവൾ നിനക്ക് വന്ദനം. ട്രാൻസ്ലേഷൻ ശരിക്കും വേണ്ടത്, നീ എല്ലാവരിലും നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഒരു കുഷ്ഠരോഗി വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, കുഷ്ഠരോഗി കുഷ്ഠരോഗം സൗഖ്യമാകട്ടെ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇപ്പോഴത്തെ പ്രീച്ചേഴ്സ് അങ്ങനെ പറയും, സൗഖ്യമാകട്ടെ. യേശു കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടിട്ട് സൗഖ്യമാക്കുക. അവൻ്റെ സ്നേഹത്തിൽ അവനെ അടക്കി നോക്കുക. നീതീകരണം എന്ന് പറയുന്നത് നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന എല്ലാ യുദ്ധങ്ങളെ അടക്കും. ഞാൻ പറയട്ടെ, ഒരുപാട് തവണ ഞാൻ ഇതേ കാര്യം അനുഭവിച്ചിട്ടുണ്ട്. ഭയം വരുമ്പോൾ, ചില വെല്ലുവിളികൾ വരുമ്പോൾ, അനാവശ്യമായ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒറ്റ കാര്യമുള്ള, ദൈവം എൻ്റെ നടുവിൽ വസിക്കുന്നു. ഏറ്റവും വലിയ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ സ്നേഹിതനാണ്, അവൻ എൻ്റെ പിതാവാണ്, അവൻ നമ്മുടെ എല്ലാമാണ്. ഒരാളുടെ അനുസരണക്കേട് മരണം കൊണ്ടുവന്നു. ഒരു മനുഷ്യൻ്റെ അനുസരണം, യേശുവിൻ്റെ അനുസരണം സ്നേഹത്തെ കൊണ്ടുവന്നു. ശൂലംകാരത്തി പറയുന്നത് എന്താണ്? എനിക്ക് ഓരോ പോയിന്റായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പിന്നെയും ഒരു പോയിന്റ് വരികയാണ്. ആദ്യം നീതീകരണം നിങ്ങളുടെ ദൈവങ്ങളുടെ ബന്ധത്തെ വീണ്ടെടുക്കും, ദൈവങ്ങളുടെ കൂട്ടമേ വീണ്ടെടുക്കും. എന്താണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്? ആ ബന്ധം മാറുവാനിടയായി, ദൈവത്തിൽ നിന്നുള്ള ബന്ധം നഷ്ടപ്പെടുവാനിടയായി, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുവാനിടയായി, ദൈവത്തിൽ നിന്ന് ആ അനുഗ്രഹം ലഭിക്കാതായി. ചിലതിൽ അവനെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ട നോക്കുക. യാഗത്തിൽ അവൻ ആശ്രയിക്കേണ്ടി വന്നു. ആട്ടുകൊറ്റന്മാരുടെ കാളകളുടെ രക്തത്തിൽ അവൻ ആശ്രയിക്കേണ്ടി വന്നു. അവൻ്റെ ക്വാളിറ്റി നഷ്ടമായി. അവൻ്റെ വീണ്ടെടുക്കുവാൻ വേണ്ടി, അവൻ്റെ പതനത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി അവൻ പല കാര്യങ്ങളും ആശ്രയിച്ചു. അതുകൊണ്ടാണ് യേശു വന്നത്. നോക്കുക, യെശയ്യാ 53. അത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ആർക്കും ഞങ്ങൾ കേൾപ്പിക്കുന്നത് വിശ്വസിക്കാൻ കഴിയും. കാരണം ഒരുവൻ വന്നു, അവൻ പാപമേറ്റെടുത്തു. ഞാൻ നിങ്ങളും മരിക്കേണ്ടടുത്ത്, ഞാനും നിങ്ങളും കൊല്ലപ്പെടേണ്ടത്, ഞാനും നിങ്ങളും എവിടെയാണോ തകർക്കപ്പെടേണ്ടത് അവിടെ അവൻ തകർക്കപ്പെട്ടു. നമ്മൾ ന്യായം വിധിക്കപ്പെടേണ്ടിടത്ത് അവൻ ന്യായം വിധിക്കപ്പെട്ടു. അവൻ നമ്മളുടെ വീണ്ടെടുപ്പുകാരനായി. നമ്മുടെ 1 കൊരിന്ത്യർ അവൻ തൻ്റെ സ്നേഹത്താൽ തന്നെ നമ്മളെ മിണ്ടാതെയാക്കുന്നു, ശാന്തമാക്കുന്നു. ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു, നിങ്ങൾക്കത് The Lord your God is in your midst, a warrior who says, He will rejoice over you with joy. He will be quiet in His love, making no mention of your past sins. He will rejoice over you. He will quiet you. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. Making no mention of your
തൻ്റെ സ്നേഹത്തിൽ അവൻ നിന്നെ ഉണ്ടാതാക്കിയിരിക്കുന്നു. When the quietness comes to your heart, when the rest comes to your heart, when the peace, എപ്പോഴാണ് ആ ശാന്തത നിങ്ങളുടെ മുന്നിൽ വരുന്നത്? when there is no mention of sin. അവിടെ നിങ്ങളുടെ പാപങ്ങളെ മാറ്റിയിരിക്കുന്നു എന്നുള്ള ട്രാൻസ്ലേഷൻ കൂടി വരുന്നുണ്ട്. It was imperfect. It was not making the offerer perfect. നോക്കുക, ഓഫറിങ് യാഗം കഴിക്കുന്നുണ്ട്. ആ യാഗം കഴിക്കുന്നവൻ അവൻ നീതീകരിക്കപ്പെടുന്നില്ല, അത് പാപത്തെ ഓർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസാക്ഷി യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കൃഷ്ണന്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 1:4 പറയുന്നു, നമ്മൾ നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്നു എങ്കിൽ He's faithful അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. and cleanses all our sin. Hallelujah. നമ്മുടെ സകല പാപത്തെയും കഴുകി ശുദ്ധീകരിക്കാൻ വിശ്വസ്തനാകുന്നു. His blood washed you. His blood cleansed. അവൻ്റെ രക്തം നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. നമ്മളെ ശുദ്ധീകരിക്കുക മാത്രമല്ല, കഴുകുക മാത്രമല്ല. 1 യോഹന്നാൻ When we confess our sin, He's 9. If we confess our sin, നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്നെങ്കിൽ 9-ാമത്തെ വചനം, അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. from all unrighteousness. Amen. ഹല്ലേലൂയ. സകല അനീതിയും പോക്കി. നോക്കുക, Cleansed means നമ്മൾ ശുദ്ധീകരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അനീതിയും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആരായിരിക്കുന്നു? നീതിമാനായിരിക്കുന്നു, നീതിമതിയായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. so how he quite എങ്ങനെയാണ് നിങ്ങളെ അവൻ ശാന്തമാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ ഒരു പാപത്തെയും പറ്റി അവൻ പറയുന്നില്ല. എബ്രായർ 8-ാം അധ്യായം 8 because 8:8 fall with them. Behold, the days are coming, says എന്നാൽ the Lord, അവരെ when I will make a new covenant with the എന്നാൽ house of ഞാൻ Israel. ഇസ്രായേൽ ഗൃഹത്തോട് യഹൂദ ഗൃഹത്തോട് പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഇന്ന് കർത്താവിൻ്റെ ഉറപ്പേട്. When Jesus was having a യേശു കർത്താവിൻ്റെ പെസഹ സമയത്ത്, പെസഹ പെരുന്നാളിൻ്റെ ലാസ്റ്റ് അവൻ പെസഹ കൂടുന്ന സമയത്ത് അവൻ എന്താണ് മാളിക മുറിയിലിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത്? അവർ മാളിമുറിയിൽ അത്താഴം കഴിക്കുമ്പോൾ അവൻ what he said when he said അപ്പമെടുത്തു, അവൻ പാനപാത്രം എടുത്തെന്ന് പറഞ്ഞു, ഇത് പുതിയ നിയമത്തിനുള്ള ഉടമ്പടിക്ക് ചൊരിയുന്ന പുതിയ നിയമരക്തമാകുന്നു. ഞാൻ പുതിയ ഉടമ്പടി ഉണ്ടാക്കും. ആരാണ് ഉണ്ടാക്കിയത്? ക്രിസ്തു ഒരു പുതിയ നിയമം അവൻ്റെ രക്തത്തിലൂടെ ഉണ്ടാക്കി. പറഞ്ഞാട്ടെ ആമേൻ. you are the new covenant നിങ്ങൾ people. പുതിയ നിയമ വ്യക്തികളാണ്. You are the new covenant. നിങ്ങൾ പുതിയ ഉടമ്പടിയിൽ നിൽക്കുന്ന പടയാളികളാണ്. What is the new covenant? No, old covenant was there. പഴയ ഉടമ്പടി അവിടെയുണ്ട്. പഴയ ഉടമ്പടി 10 കൽപ്പനകളെയും ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും അടങ്ങിയതാണ്. 10 കൽപ്പനകളിൽ പഴയ നിയമത്തിൽ പറയുന്നത് ജനത്തിൻ്റെ അനുസരണമാണ്. മനുഷ്യൻ്റെ അനുസരണം ന്യായപ്രമാണത്തിൽ നിയമത്തിൽ വരണം. ആവർത്തന പുസ്തകം 6:21. I want to catch everything in the short time. Hallelujah. ചെറിയ സമയം കൊണ്ടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു. Will be righteousness for us. To whom? ആർക്കാണ് ഈ നീതി? മനുഷ്യർക്ക്, സകല മനുഷ്യർക്കും, വീണുപോയ സകല മനുഷ്യർക്കും. Righteousness. What was righteousness? If you are careful, everybody say. പറഞ്ഞാട്ടെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി, Be careful. ആരായിരിക്കണം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടത്? Be careful to observe all these commandments. എല്ലാ നിയമവും ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്തിരുന്നുവെങ്കിൽ The old covenant, based on the commandments, the 10 commandments. For example, ആവർത്തന പുസ്തകം 6:21. എന്തൊക്കെയാണ് 10 കൽപ്പനകൾ? when I was Lutheran, no teenage, ഞാൻ ഒരു ലുത്തറൻ ടീനേജ് ആയിരിക്കുമ്പോൾ, ലുത്തറൻ ചർച്ചിലായിരിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകണം, ഇതെല്ലാം മെമ്മറൈസ് ചെയ്തിട്ട് പറയണം. memorized 10 commandments, 10 കൽപ്പനകൾ കാണാതെ പറയും. creed, our Christian creed. ക്രിസ്ത്യൻ ക്രീഡ്, ഒരു കിരീടം തരും, എന്നിട്ടൊരു ആദ്യ കുർബാന എടുക്കും. അങ്ങനെയാണ് നമ്മൾക്ക് കുർബാന സ്വീകരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ഓർമ്മയില്ല. ഓരോ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. Do not make any idol. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, Do not worship the idol. Do not commit idolatry. വ്യഭിചാരം ചെയ്യരുത്, കൂല ചെയ്യരുത്, Your neighbors. നിങ്ങളുടെ
കാരുടെ ഭാര്യ ആഗ്രഹിക്കരുത്, ഒന്നിനെയും ഒന്നും ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ഡോണറ്റ്സ്. പഴയ നിയമത്തിലെല്ലാം വേണ്ട ചെയ്യരുത് എന്നുള്ളതാണ്. പക്ഷെ എന്താണ് പുതിയ നിയമം എന്നറിയാമോ? പുതിയ നിയമത്തിൽ എവിടെ ഞാൻ പിന്നെ വരുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, പഴയ നിയമം എല്ലാം ചെയ്യരുതെന്നാണ്. പക്ഷേ പഴയ നിയമത്തിൽ പറയുകയാണ്, നിങ്ങൾ കേൾക്കുന്നതെല്ലാം നിങ്ങൾ നന്നായിട്ട് ഗ്രഹിച്ചു കൊള്ളുക. അതുകൊണ്ടാണ് യാക്കോബ് 2:21 വായിക്കുന്നത്, അല്ല 2:10. നിങ്ങൾ 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ തെറ്റിപ്പോയാൽ എല്ലാ ന്യായപ്രമാണവും നിങ്ങൾ തെറ്റിച്ചതുപോലെ തീരും. നിങ്ങൾ 6 സെമസ്റ്റർ പേപ്പർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ 5 ജയിച്ചു, പക്ഷേ 1 തോറ്റു. പക്ഷേ റിസൾട്ട് വരുന്നത് 6 സെമസ്റ്ററും നിങ്ങൾ തോറ്റു. ഇതാണ് പഴയ നിയമം. പൗലോസ് എഴുതി, ഒരുത്ത ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിലും സകലത്തിനും കുറ്റക്കാരൻ തീർന്നു. പഴയ നിയമം നീതീകരണത്തിൽ നിർത്താൻ കഴിയുകയില്ല. ദൈവത്തിനോടുള്ള പരിപൂർണമായ മനസ്സാക്ഷി നിർത്താൻ കഴിയുകയില്ല. കാരണം അപ്പോഴും അവനിൽ പാപം നിൽക്കുന്നു. അതുകൊണ്ട് ദൈവം അവനെ പുതിയ നിയമം, പുതിയ സൃഷ്ടിയാക്കി തീർത്തു. പുതിയ ജീവിതം, പുതിയ മനുഷ്യനാക്കി തീർത്തു. എല്ലാം പുതിയതായി തീർന്നു. ആമേൻ. അതുകൊണ്ട് ഞാൻ പുതിയ നിയമം, not according to the covenant that they made with their fathers in the day when he took them by hand to lead them out of the land of Egypt, because they did not continue my covenant. For this is the covenant that I will make with എബ്രായർ 8:8. after those days, says the Lord, I will put എന്നാൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിനോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ ഉള്ളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് ഇസ്രായേൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചിട്ടുമില്ല. കർത്താവിന്റെ ഉള്ളപ്പാട്. ദൈവം അവരുടെ ഹൃദയങ്ങളിൽ എഴുതിയത് കൽപ്പനകളാണ് കൊടുത്തത്. നിങ്ങൾക്ക് ആ കഥ അറിയാമോ? 40 ദിവസം മോശെ പർവ്വതത്തിൽ കയറി പോകുന്നിടയായി അവസാനം 2 വലിയ കൽപ്പനകൾ കൊണ്ടുവന്നു. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. വചനം മാത്രം വന്നു. യോഹന്നാൻ 1:1 പറയുന്നു, ന്യായപ്രമാണം മോശ വഴിയായി വന്നു, പക്ഷേ കൃപയോ ജീവനം വന്നത് യേശുവിനാൽ വന്നു. അക്ഷരം വന്നത് പർവ്വതത്തിൽ, പക്ഷേ ഒരു വ്യക്തി വന്നത് സ്വർഗത്തിൽ നിന്ന്. അക്ഷരത്തിന് ദൈവത്തെ മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങളെയും എന്നെയും ഒരു പുതിയ വ്യക്തിയാക്കുവാൻ യേശു എന്ന വ്യക്തി വന്നു. ഹല്ലേലൂയ. 11-ാമത്തെ വചനം. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരൻ തൻ്റെ സഹോദരനെ കർത്താവിനെ അറിയിക്കുന്നു ഉപദേശിക്കില്ല. അവർ ആ ബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. their lawless deeds I will remember. Shout aloud everybody. I will ഞാൻ ഇനി അവരുടെ പാപങ്ങളെ ഓർക്കുകയുമില്ല. 12-ാമത്തെ വചനം. ഞാൻ ആ കൃത്യങ്ങളെക്കുറിച്ചുള്ള കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ ഉള്ളപ്പാട്. ഇനിമേൽ പാപങ്ങളെ ഓർക്കുകയുമില്ല. ഈ സൈഡ്, പാപങ്ങളെ ഇനി ഞാൻ ഓർക്കുകയുമില്ല. ഓ, നന്നായിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും അറിയാം. ഞാൻ വിചാരിച്ചു എഫാഥ എന്ന് പറയേണ്ടി വരും. എല്ലാവരും വായി തുറക്കട്ടെ. ഓക്കെ, ഹല്ലേലൂയ. പറഞ്ഞിട്ട് നീതീകരണം. നീതീകരണം. നീതീകരണത്തിൽ ഇനിമേൽ പാപമില്ല, കുറ്റബോധമില്ല. ഇനിമേൽ പാപത്തിൻ്റെ അടിമയാവുകയില്ല. പരിപൂർണമായിട്ട് ഞാൻ ഫ്രീ ആയിരിക്കുന്നു. യെശയ്യാവ് 54. 14-17. യെശയ്യാവ് 54-14 തൊട്ടുള്ള വചനങ്ങൾ. Isaiah prophesied. Isaiah 54:14. യെശയ്യാവ് 54:14 പറയുന്നു, നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനല്ലോ. ശരിയല്ലേ? നിങ്ങൾ നീതിയാൽ സ്ഥിരമായി നിൽക്കുന്നു, അതോ നിങ്ങൾ ഓൾറെഡി സ്ഥിരമായി നിൽക്കുന്നു? യെശയ്യാവ് ഭാവി പറ്റി പറയുകയാണ്. നീതിയിൽ നീ സ്ഥിരമായി നിൽക്കും. യെശയ്യാവ് പറയുമ്പോൾ
ആവർത്തന പുസ്തകം 26-ന്റെ 25 മാത്രമേ ഉള്ളൂ. നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ചാൽ നിങ്ങൾ നിൽക്കും, നിങ്ങൾ അത് അനുസരിച്ചില്ലെങ്കിലോ താഴെ വീഴും. കാരണം ആർക്കും ഈ ഒരു ന്യായപ്രമാണത്തെ ശരിക്കും തുടരാൻ കഴിയുന്നില്ല. എല്ലാവരും അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ദൈവം നല്ലതെന്ന് പറയുന്നത്. നീ കഴിയത്തില്ലെങ്കിൽ ഓക്കെ, നീ പൊക്കമെന്ന് പറഞ്ഞില്ല. നമ്മുടെ അപ്പനും അമ്മയും അങ്ങനെ ചെയ്തു, പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുകയില്ല. ദൈവം അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. പിന്നെയും വന്നു മോശെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി. ലേവ്യരുടെ പുസ്തകം 1, 2, 3, 4 വായിക്കാൻ പറഞ്ഞു. പലതരത്തിലുള്ള യാഗങ്ങളോടെ കാണാൻ കഴിയും. എന്തുകൊണ്ട്? കാരണം അവന് ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളും അവൻ്റെ പ്രതീക്ഷയും ഒന്നും മനുഷ്യർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. സക്കായിക്ക് യേശുവിനെ കാണണമായിരുന്നു. എനിക്ക് യേശുവിനെ കാണണം. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൻ ഓടി ചെന്നു. എന്നിട്ട് ചാടിത്തുള്ളി നോക്കി. പക്ഷെ അവസാനം അയ്യോ എനിക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ല. ഇല്ല, അവനൊരു കാര്യം ചെയ്തു. നമുക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ സൗഖ്യം, യേശുവിൻ്റെ നീതി. പക്ഷേ നമ്മൾ സക്കായിയെ പോലാണ്. നമ്മൾ ചാടിക്കൊണ്ടിരിക്കുക, നമ്മൾ ഷോർട്ടാണ്, ഉയരമില്ല. അപ്പോൾ എന്ത് ചെയ്തു? സക്കായി ഒരു കാര്യം കണ്ടു. അവിടെ ഒരു മരമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. മരത്തിനായി സ്തോത്രം. ആ മരം കാൽവരിയിലുണ്ട്. ആ മരം യേശുവിനെ സക്കായി എടുത്തു. അവൻ ആ മരത്തിലേക്ക് കയറി. അപ്പോൾ യേശുവിൻ്റെ കൂടെ നിൽക്കാൻ ഉയരം കിട്ടി. അവൻ ഇങ്ങനെ യേശുവിനെ കുനിഞ്ഞിട്ട് താഴോട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അവൻ നീതിയിലായി. അവൻ യേശുവിനെ മുഖാമുഖമായി കാണുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുമോ അവൻ എത്ര താഴെയായിരുന്നു? അയ്യോ ഞാൻ കുള്ളനായിരിക്കുന്നേ, അയ്യോ ഞാൻ പഠിച്ചില്ലേ, എനിക്ക് വിദ്യാഭ്യാസമില്ലേ, ഞാൻ അവരെ പോലെ നല്ലതല്ല. ആ പെൺകുട്ടി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഞാനെങ്ങനെ എൻ്റെ നാവിൽ നിന്ന് മലയാളം മാത്രമേ വരത്തുള്ളല്ലോ. എത്ര നമ്മളെല്ലാം സക്കായി പാർട്ടിക്കകത്തുള്ളതാണ്. നമ്മളെല്ലാം സക്കായി പാർട്ടിക്കകത്ത് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 24 വർഷം മുമ്പായിരുന്നു ഞാൻ ബെറാക്കി വരുന്നതിന് മുമ്പ്. 24-25 വയസ്സിൽ ഞാൻ സക്കായിയെ പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വളർന്നു. കാരണം ഞാൻ നല്ല കട്ടിയുള്ള ആഹാരമാണ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ പുതിയ നിയമം, പുതിയ സൃഷ്ടി. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്? നിങ്ങൾ ആത്മ മനുഷ്യനാണ്. നിങ്ങൾ ദൈവത്തെ പോലുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. അവിടെ പരിശ്രമം ഒരു കഥയുണ്ട്, നിങ്ങൾ അവരെ കേട്ട് കാണും. ഒരു മനുഷ്യൻ, കൂനിയായ ഒരു മനുഷ്യനുണ്ട്. ഇതുപോലെ കൂനിയായിട്ടിരിക്കും. ഇങ്ങനെ നടക്കാൻ കഴിയത്തുള്ളൂ, ഇങ്ങനെ കാണത്തുള്ളൂ. ഒരുപാട് കുനിഞ്ഞിരിക്കും. പക്ഷേ അവനൊരു ആഗ്രഹമുണ്ടായി, ഞാൻ നിവർന്നു നിന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ കാണുന്നത്. അങ്ങനെ ആക്കാൻ പോകത്തെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും കുനിഞ്ഞ് തന്നെ മരിക്കുന്നത് എനിക്കറിയാം. അവനങ്ങനെ വിചാരിച്ചാൽ ഞാനങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഞാൻ പോകും. പക്ഷെ അവനൊരാഗ്രഹം, ഒരു ദിവസമെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാലോ, വിചാരിക്കാൻ പറ്റും ഞാൻ എങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഒരു പടം വരയ്ക്കുന്ന ആളുടെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ നിനക്ക് പണം തരാം, എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും എന്താ ഇങ്ങനെയാണ് നടക്കുന്നത്. എനിക്ക് എൻ്റെ ഫുൾ ബോഡി പോലും കാണാൻ പറ്റത്തില്ല. എനിക്കൊരു ഉപകരണം ചെയ്യും. എനിക്ക് എൻ്റെ ഇമേജ് ഞാൻ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന ഒരു ചിത്രം വരച്ചുതരാൻ പറഞ്ഞു. എന്ത് സംബന്ധിച്ചറിയാമോ? ആ പണം വരച്ചു കൊടുത്തു. അവൻ ഇങ്ങനെ നന്നായിട്ട് അവൻ്റെ വീട്ടിൽ വെച്ചു. ഇതൊരു കഥയാണേ, ഇതൊരു ശരിക്കുമുള്ള ജീവിതത്തിൻ്റെ കഥയുമാണ്. ഓക്കെ, സക്കയെ പോലെ ഞാൻ വചനമെടുത്ത് കഥയിലോട്ട് പോയി. ഇതെല്ലാം കഥയാണ്. എല്ലാവരും കഥ കേൾക്കാനിരിക്കുകയാണ്. ഓക്കെ, ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? അവൻ്റെ ആ ചിത്രം അവൻ കൊണ്ടുപോയി. എന്നിട്ട് എല്ലാ ദിവസവും അവിടെ പോയി എന്നിട്ട് ഇങ്ങനെ നിന്ന് നോക്കും. പതുക്കെ വന്ന് നോക്കും. എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ നോക്കും. ഓരോ ദിവസം കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു. പതുക്കെ ഒരു മനസ്സിലായി. അവൻ്റെ കൂൻ നിവരുവാൻ തുടങ്ങി. പതുക്കെ കൂന് മാറി അവൻ നിവരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, നിങ്ങൾ നീതി വൃക്ഷങ്ങളാണെന്ന് പറയുന്നു. യെശയ്യാവ് 61, നിങ്ങൾ നീതി വൃക്ഷങ്ങളുടെ നടുതലയാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഫലമില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ മരമാണ്. നിങ്ങളൊരു മാങ്ങയുടെ അണ്ടി അല്ലെങ്കിൽ ആപ്പിളിൻ്റെ കുരു നിങ്ങൾ കുഴിച്ചിട്ട് അയ്യോ ഉടനെ വന്നില്ലല്ലോ, മരം വന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലല്ലോ. നിങ്ങൾ 2 വർഷം കഴിയുമ്പോഴേക്കും പതുക്കെ ചെടിയാകും, മരമാകും, പിന്നീട് ഫ്രൂട്ട് വരും. ഉടനെ തന്നെ അയ്യോ പുതിയ സൃഷ്ടിയോ, നീതിയോ, മിയോ 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 എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഫലം കാണത്തില്ല, പക്ഷെ അവിടെ ഒരു വിത്തുണ്ട്. എന്താണ് ആ വിത്ത്? മാങ്ങയുടെ വിത്ത്, ആപ്പിളിന്റെ വിത്ത്. നിങ്ങളുടെ ഇവിടെ ഒരു നീതിയുടെ വിത്തുണ്ട്. അങ്ങനെ 1 കൊരിന്ത്യർ പറയുന്നു, എൻ്റെ ദൈവം എൻ്റെ യേശു എൻ്റെ നീതീകരണമായി തീർന്നിരിക്കുന്നു. എൻ്റെ ദൈവം. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ ജ്ഞാനമായിരിക്കുന്നു, ദൈവത്തിൻ്റെ നീതിയായിരിക്കുന്നു, നമ്മുടെ ശുദ്ധീകരണമായി തീർക്കുന്ന വീണ്ടെടുപ്പായിരിക്കുന്നു. മുപ്പത്തൊന്ന് പറഞ്ഞാട്ടെ. ഇപ്പോൾ എന്താണ് നിങ്ങൾ പറയണമെന്ന് അറിയാമോ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അറിയാമോ? കേൾക്കുകയാണ്. നിങ്ങളിപ്പോൾ വിത്തിടുകയാണ്. പറഞ്ഞാട്ടെ, ഇപ്പോൾ വിത്ത് വിതയ്ക്കുന്ന സമയമാണ്. ഈ വിത്തിന് വളരുവാനൊരു സമയമുണ്ട്. അതിന് പിന്നെയും വെള്ളം ഒഴുകുകയാണെങ്കിൽ 2 കൊരിന്ത്യർ 3:18 നിങ്ങളോട് പറഞ്ഞു കാണും. അണ്ണൻ മനസ്സ് ശുദ്ധീകരിക്കാനെ പറ്റി പറഞ്ഞു കാണും അല്ലേ? മൂടുപടമിട്ട് മോശത്തിൻ്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. അത് ക്രിസ്തുവിൽ നീങ്ങി ഒന്നും മോശം. എന്നാൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമുണ്ടെന്നാൽ മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവിൻ്റെ തെച്ചിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരെ നമ്മളൊരു ആത്മാവകുന്ന കർത്താവിൻ്റെ ദാനമേ തേജസ് പ്രാപിച്ച അതേ പ്രതിമയെ രൂപാന്തരപ്പെടുന്നു. എന്താണ് അവൻ കണ്ണാടിയിൽ അല്ലെങ്കിൽ അവൻ്റെ ചിത്രത്തിൽ കണ്ടത്? അവൻ്റെ വരുവാനുള്ള ചിത്രത്തെ കണ്ടു. ഇനിമേൽ നിങ്ങളുടെ ചരിത്രം കാണണമെങ്കിൽ ഡെയിലി ഡിവോഷൻ ബുക്ക് നിങ്ങൾ വായിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പുസ്തകം മുഖചിത്രം, ഒരു പൂച്ച കണ്ണാടി നോക്കുന്നു, പക്ഷേ ആ കണ്ണാടി കാണുന്ന ഒരു സിംഹമാണ്. നോക്കുക, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പൂച്ചയാണ്, പക്ഷെ നിങ്ങളുടെ മനുഷ്യനെ നിങ്ങൾ സിംഹമാണ്. നിങ്ങൾ വിചാരിക്കും അയ്യോ ഭയമുള്ള വ്യക്തി, പക്ഷെ അകത്തോ അവിടെ ഉയർത്തെഴുന്നേറ്റ് ഒരുവൻ ജീവിക്കുന്നു. യഹൂദ ഗോത്ര സിംഹം എൻ്റെ ഉള്ളിലുണ്ട്. നോക്കുക, ഏതാണ് കണ്ണാടി? ബൈബിൾ എടുത്ത് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ കണ്ണാടി, ഇതാണ് എൻ്റെ കണ്ണാടി. നിങ്ങൾക്കൊരു കണ്ണാടി ഉണ്ടല്ലേ? എല്ലാവരുടെ കയ്യിലും പോക്കറ്റിലും ഹാൻഡ് ബാഗിലും എല്ലാം കണ്ണാടിയുണ്ട്. ഇടയ്ക്കിടത്ത് കാണത്തില്ലേ? എവിടെ നോക്കിയാലും കണ്ണാടി വെച്ചോണ്ടാണ് കണ്ണാടി നിൽക്കുന്ന കാണാം. നമ്മുടെ മുഖം എപ്പോഴും കാണും. നിങ്ങളുടെ പുറത്തെ മനുഷ്യരുടെ ഒരു കണ്ണടിയുണ്ട്, പക്ഷേ ഒരൊറ്റ കണ്ണടിയുള്ളൂ. അതാണ് നിങ്ങളുടെ അകമനുഷ്യൻ്റെ മുഖം കാണുന്നത്, നിങ്ങളുടെ അകമനുഷ്യനെ കാണിക്കുന്നത്. അത് MRI സ്കാനിനേക്കാൾ വലുതാണ്, നിങ്ങളുടെ CT സ്കാൻ വലുതാണ്, മറ്റേത് സ്കാനിനേക്കാൾ വലുതാണ്. സ്കാൻ സെന്റർ കാണിക്കും എന്താണ് നിങ്ങളുടെ ശരീരത്തിലെ പ്രശ്നം. പക്ഷേ ഈ സ്കാൻ സെന്റർ നിങ്ങളുടെ അകമനുഷ്യന്റെ ഗുണം എന്താണെന്ന് കാണിച്ചു തരും. ഇസ്രായേൽ മക്കൾ എന്താണ് പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ വ്യത്യാസം? പഴയ നിയമം ഒരു സ്കാനിങ് സെന്ററാണ്, പ്രശ്നങ്ങളെല്ലാം സ്കാൻ ചെയ്ത് കാണിക്കും. പുതിയ നിയമമാണെങ്കിലോ മെഡിസിൻ സപ്ലൈ ആണ്, നിങ്ങൾക്ക് പരിഹാരം തരുന്ന സ്ഥലമാണ് പുതിയ നിയമം. ആമേൻ. ഇപ്പോൾ യെശയ്യാവ് 54:14 വന്നട്ടെ. പറഞ്ഞട്ടെ, ഞാൻ നീതിയിൽ സ്ഥിരമായി നിൽക്കും. റോമർ 3:20-21-22 21 മുതൽ വായിക്കാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ പ്രമാണം കൂടാതെ, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തോടെ ദൈവത്തിൽ തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, നമ്മളെങ്ങനെ പ്രസംഗിക്കുന്നത്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയം ലഭിക്കണമെങ്കിൽ, നിങ്ങളെപ്പോഴും എല്ലാ സമയത്തും നിങ്ങൾക്കൊരു ഉപവാസ ക്രമം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ
ദൈവത്തിനും ദൈവമുള്ള ബന്ധം പോകും. നോക്കുക, പ്രാർത്ഥന ഉപവാസം എന്ന് പറയുന്നത് ഒരു മതപരമായ ഒരു കാര്യമല്ല. ഇത് ശൂലൻകാരിയും ശോളമനും ശലോമോനും സംസാരിച്ചതുപോലെ ആയിരിക്കണം. ഓ, ഞാനിവിടെ ആയിരിക്കുന്നു, ഞാൻ എൻ്റെ യേശുവിൻ്റെതാണ്, യേശു എൻ്റേതാണ്. അതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. ഇന്ന് 7 മണിക്ക് അലാം വെച്ച് അയ്യോ ഞാൻ പ്രാർത്ഥിക്കണം, അങ്ങനെ നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് ആഹാരം പാചകം ചെയ്യുന്ന പോലെ അല്ല പ്രാർത്ഥന. അമ്മായിയമ്മയ്ക്ക് വേണ്ടി കുക്ക് ചെയ്യണമെങ്കിൽ ഹസ്ബൻഡ് നിങ്ങളുടെ ദേഷ്യം, നിങ്ങൾ അമ്മായിയമ്മയെ പോലെ തന്നെ നിങ്ങൾ പാചകം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ദേഷ്യം വരും. പക്ഷെ നിങ്ങളുടെ സ്വർഗീയ ഭർത്താവിന് അങ്ങനെ ദേഷ്യം വരത്തില്ല. നിങ്ങളുടെ സ്വർഗീയ ഭർത്താവിന്മേൽ നിങ്ങൾ സന്തോഷിക്കുക, അവൻ്റെ സ്ഥാനത്തിൽ നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കും. എന്തൊരു ഡ്യൂട്ടി ആയിരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു റൊട്ടീനായിരുന്നു കഴിഞ്ഞ് അതൊരു ന്യായപ്രമാണമായി തീരും. ദൈവം നിങ്ങളുടെ ഓഫറിങ്ങിനനുസരിച്ചല്ല ദൈവം ചലിക്കുന്നത്. 2 നീതീകരണമുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ നീതീകരണം വിശ്വാസത്താൽ, അടുത്തത് പ്രവൃത്തിയിലുള്ള നീതീകരണം. വിശ്വാസത്തിലുള്ള നീതീകരണവും പ്രവൃത്തിയിലുള്ള നീതീകരണവും എനിക്ക് പറയാൻ കഴിയും. ദൈവത്തിൻ്റെ നീതീകരണം, അടുത്തത് സ്വന്തമായുള്ള നീതീകരണം. സ്വന്തമായുള്ള നീതീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂക്കോസ് 19 അധ്യായം Yeah, 18. 18-ാമത്തെ വചനം. 2 പേർ വന്നിരിക്കുകയാണ്. ഒരാൾ പരീശനും ഒരാൾ ഒരു ചുങ്കക്കാരനും. പരീശന്മാരാണെങ്കിലോ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും, അടുത്ത ചുങ്കക്കാരൻ. പരീശന്മാർ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ മറ്റുള്ളവനെ പോലെയല്ല, വ്യഭിചാരിയോ ചുങ്കക്കാരനെ പോലെ ഒന്നുമല്ല. നീതീകരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അവൻ്റെ നീതീകരണം പറയുകയാണ്, ഞാൻ ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പാതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ചുങ്കക്കാരനെ പോലെയോ വ്യഭിചാരികൾ മുതലായ മനുഷ്യനെ പോലെ അല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഓ, എനിക്ക് ഈ പദവിയെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ നന്ദി എന്ന് പറഞ്ഞു. എന്താണ് പരീക്ഷ പറഞ്ഞത്? ഞാൻ ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ പാതാരം കൊടുത്തു വരുന്നു. എന്നെങ്ങനെ ശുശ്രൂഷയെന്നറിയാമോ? ഇതൊരു മൂത്തപുത്രനെ പോലെയാണ്. മൂത്തപുത്രൻ ദൂരെ നിന്ന് വരുന്നു, ഇളയപുത്രൻ പാപത്തിന് വരുന്നു, എന്നിട്ട് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്നു. മൂത്തപുത്രൻ ആ ഭവനത്തിലാണ് ജീവിക്കുന്നത്. എന്താണ് മൂത്തപുത്രൻ്റെ സർട്ടിഫിക്കറ്റ്? മൂത്തപുത്രൻ പറയുകയാണ്, ഞാൻ എത്രയോ വർഷങ്ങളെ നിനക്ക് വേണ്ടി ഇത്രയും വർഷങ്ങളായിട്ട് അധ്വാനിക്കുന്നു, എനിക്ക് ഒരിക്കലും ഒരു കാളയെ, ഒരു ചെറിയ ഒരു ആടിനെ പോലും എൻ്റെ കൂട്ടുകാരോട് സന്തോഷിക്കാൻ തന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു, ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നു, ഒരു പ്രശ്നവും ഈ മനുഷ്യരുടെ സൃഷ്ടിച്ചിട്ട് ഒരു യൂസും ഇല്ല. ഇവരാർക്കും നന്ദിയില്ല, ഇവരെല്ലാം വിശ്വസരാണ്. ഇതാണ് സ്വന്തമായ നീതീകരണം. നിങ്ങളത് ഫ്രസ്ട്രേഷനിൽ വെക്കും. ഞാൻ മാത്രം ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. മലയാളത്തിൽ ഞാൻ മാത്രം, എല്ലാവരും അവിടെ പോയി സമാധാനം, ഞാൻ മാത്രമാണ് ഈ സ്റ്റാഫിനെ അടുക്കളിക്കുന്നത്. മറ്റുള്ളവൾ എപ്പോഴും സ്റ്റേജിൽ നിൽക്കുന്നു, പ്രീച്ച് ചെയ്യുന്നു. സ്വന്തമായ നീതീകരണം. ക്രിസ്തുവാണ് നിങ്ങളുടെ നീതീകരണം. അറിയാവില്ല, യേശു നീയാണ് എൻ്റേത്, എനിക്ക് നിൻ്റെ ബാധപ്പെടുത്തലിരുന്നാൽ മതി. മത്തായി 6-ാം അധ്യായം പറയുന്നു, ആദ്യം അവൻ്റെ രാജ്യത്തെ അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. മാർത്ത സ്വന്തമായിട്ടുള്ള നീതീകരണത്തിലിരിക്കുന്നതാണ്. ഞാനെന്ത് പ്രാർത്ഥിച്ചറിയാമോ? എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ഇത് ചെയ്തു. നിങ്ങൾക്കറിയാമോ, എൻ്റെ പ്രാർത്ഥന ദൈവം അത് ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥന ഒന്നും ചെയ്യത്തില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം എന്താണ് ക്രിസ്തു ചെയ്തത്, എന്താണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്, എന്താണ് ക്രിസ്തു ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീതി അതൊരു ഫ്രീ ഗിഫ്റ്റാണ്.
5:17 നമ്മൾ വായിക്കാനിടയെ, റോമർ 5:17. അത് വാങ്ങിക്കാൻ കഴിയില്ല, ഇത് ലഭിക്കുകയില്ല, അത് ഫ്രീ ആണ്. നോക്കുക, ദൈവത്തിൻ്റെ നീതീകരണം വാങ്ങിക്കാൻ കഴിയില്ല. റോമർ 4:3 തൊട്ട് വായിക്കാൻ കഴിയും. റോമർ 4:3 തൊട്ട് വായിക്കുക. Or if Abraham was justified by works, he has something to boast about, but not before God. What does the scripture say? നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജനിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നീതി സത്യവാൻ സകല മനുഷ്യരും ഭോഷ്കു പറയുന്നറിഞ്ഞു വരൂ. എന്നാൽ അനീതി ദൈവത്തിന് നീതി പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്ന് പറയും, ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? നാം മനുഷ്യരീതി പറയുന്ന ഒരു നാളുമല്ല, അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിന്റെ സത്യം നിങ്ങളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ യാഗത്തിനുള്ള നിങ്ങളുടെ വിശ്വാസം, യേശു ക്രിസ്തുവിൻ്റെ 4:21. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു, അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ സശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു, അതുകൊണ്ട് അത് അവന് നീതിയെ കണക്കിട്ടു. നമ്മെ വിചാരിച്ചും കൂടിയാകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തിനെ ഉയർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച് വിശ്വസിക്കാൻ നമുക്ക് കണക്കിടുവാനുള്ള ആകിൽ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു, ശാപമായി തീർന്നു. എവിടെ? എൻ്റെ വിശ്വാസം എൻ്റെ നീതിയായിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ നീതിയിൽ നിങ്ങൾ സ്ഥിരമായി നിൽക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിലുള്ള ആ പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നീതി സ്ഥിരമായി നിൽക്കുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതി നിങ്ങൾ നിൽക്കുന്നത്? അവനെ ദൈവം പാപിയായതുകൊണ്ട് ദൈവം എന്നെ നീതീകരിച്ച് നിർത്തിയിരിക്കുന്നു. അവനെ നോക്കുക, ഇത് നമ്മുടെ ശക്തിയല്ല, നമ്മുടെ പ്രയത്നമല്ല. പൗലോസ് പറയുന്നത് റോമർ 3:21, ഇപ്പോഴും ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിൽ ന്യായപ്രമാണം പ്രവാചകന്റെ സാക്ഷ്യം പറയുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിനെ വീണ്ടെടുപ്പ് പോലെ സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ആരൊക്കെയാണോ ന്യായപ്രമാണം അനുസരിക്കുന്നത് അവരെല്ലാവരും പരാജയപ്പെട്ടു. പക്ഷേ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പറഞ്ഞപ്പോൾ ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ക്രിസ്തു യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൻ്റെ വീണ്ടെടുപ്പിനെ അവൻ ഉയർപ്പിനെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയായി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ആമേൻ. നോക്കുക, യെശയ്യാവ് 54:14-15 പറയുന്നത് എന്താണ്? നമ്മുടെ അനുഗ്രഹം എന്താണ്? നീതിയിൽ നിങ്ങൾ സ്ഥിരമായി നിൽക്കുന്നു. പറഞ്ഞാട്ടെ, നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. ക്രിസ്തുവിൻ്റെ നീതിയിൽ. ക്രിസ്തു എൻ്റെ നീതിയായിരിക്കുന്നു. ക്രിസ്തു എൻ്റെ നീതിയായിരിക്കുമ്പോൾ എന്താണ് അനുഗ്രഹം? ഞാൻ പീഡനത്തോടെ ഞാൻ അകന്നിരിക്കുന്നു. പീഡനം, ഡിപ്രഷൻ, സപ്രഷൻ, ഇതിനൊന്നും ഒരു ഓപ്പറേഷൻ ആവശ്യമില്ല. എല്ലാ ഓപ്പറേഷനും ഡിപ്രഷനും സപ്രഷനും ഓപ്പറേഷൻ ആവശ്യമില്ല. എല്ലാ വിഷാദ രോഗത്തിൽ നിന്ന് വിടാ. പറഞ്ഞാട്ടെ, ഞാനിപ്പോൾ യേശുവിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. ഞാൻ പീഡനത്തോടെ അകന്നിരിക്കുന്നു, ഭീഷണിയോടെ ഞാൻ അകന്നിരിക്കുന്നു. നിനക്ക് ഭയപ്പെടുവാനല്ലോ, ഭീഷണിയിൽ നിന്ന് അകന്നിരിക്കും, അത് നിന്നോട് അടുത്ത് വരികയില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞോട്ടെ, എനിക്കതങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല. പാറ്റയെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ലേ? പാറ്റയെ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പറഞ്ഞാട്ടെ, എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. ഹല്ലേലൂയ.
chapter 8:15 says, "For റോമർ 8:18 പറയുന്നു, receive the spirit of നിങ്ങൾ bondage again." ഭയത്തിന്റെ ആത്മാവിനല്ല സ്വീകരിച്ചിരിക്കുന്നത്. You know, when you receive the spirit of നിങ്ങൾ ഇനിയും ഭയപ്പെടുവാൻ ദാസ്യത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ മരണത്തിന്റെ ആത്മാവിനെയോ and you are led by the evil spirit, അല്ലെങ്കിൽ പൈശാചികന്റെ ആത്മാവിനെ ഒന്നുമല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ പിശാചിൽ നയിക്കപ്പെടേണ്ടവരല്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ദാസ്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ല, അടിമത്തത്തിന്റെ ആത്മാവിനല്ല, നിങ്ങൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. Amen. Colossians 4:6 says, "Because we are sons." കൊലോസ്യർ 4:6 പറയുന്നു, നമ്മൾ പുത്രന്മാരാകയാൽ Son inside of us. അവന്റെ What changed my life എന്താണ് എൻ്റെ ജീവിതം മാറ്റിയത്? is the spirit I received. ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവെന്നെ മാറ്റിയിരിക്കുന്നു. നിങ്ങളൊരു ആത്മാവാണ്. Spirit from heaven. ഇപ്പോൾ സ്വർഗത്തിലുള്ള ആത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ വരുമ്പോൾ ടങ് ടോക്കിംഗ് മാത്രമല്ല വന്നത്, പ്രവചനം മാത്രമല്ല വന്നിരിക്കുന്നത്. When the Holy Spirit പരിശുദ്ധാത്മ നിങ്ങൾ വന്നപ്പോൾ യേശു ക്രിസ്തു നിങ്ങളിൽ തന്നെ വന്നിരിക്കുന്നു. Mary said, "How it can മറിയ പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഉടനെ ഗബ്രിയേൽ പറഞ്ഞ എന്താണ്? power of the most ദൈവത്തിൻ്റെ overshadow ശക്തി നിങ്ങളിൽ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അതിൻ്റെ തന്നെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടും." പരിശുദ്ധാത്മാവ് മറിയുടെ മേൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മറിയുടെ ഉള്ളിൽ ആര് വന്നു? പരിശുദ്ധാത്മാവ്. ഉടനെ യേശു വന്നു. ആര് വന്നു? യേശു വന്നു. അതേപോലെ ദൈവത്തിൻ്റെ ആത്മാവ്, the holiness of son came, the courage of പുത്രനായ ദൈവത്തിൻ്റെ of Christ മനസ്സ്, ക്രിസ്തുവിൻ്റെ ശക്തി, അത് സകലം നിങ്ങളുടെ ആത്മാവിൽ വന്നു. എല്ലാം ഒരുമിച്ചാണ് വരുന്നത്, അല്ലാതെ ഹോൾസെയിൽ പർച്ചേസ് ആണ്, അല്ലാതെ ഒന്നൊന്നായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന പോലെ അല്ല വരുന്നത്. അവൻ ഹോൾസെയിലായിട്ട് എല്ലാ കാര്യങ്ങളും വന്നു. അതെല്ലാം നിങ്ങളുടെ ആത്മാവിൽ വന്നിരിക്കും. നിങ്ങളിപ്പോൾ ഭണ്ഡാരഗൃഹമാണ്, ഒരു സ്റ്റോർ ഹൗസാണ്. ആദ്യത്തെ 1 വർഷം ടങ്സ് തന്നു, അന്യഭാഷ തന്നു. 2ാമത്തെ വർഷം എനിക്ക് പ്രവചനവരം കിട്ടി. അടുത്ത വർഷം, 3ാമത്തെ വർഷം എനിക്ക് കുറച്ച് സൗഖ്യമാക്കുന്ന വരം കിട്ടി. എല്ലാം ഒരുമിച്ചൊരു പാക്കേജായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ആദ്യം അവൻ്റെ ദൈവരാജ്യം, അവൻ്റെ നീതി അന്വേഷിക്കുക, അതോടുകൂടി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ വരും. എല്ലാവർക്കും വിശക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞട്ടെ, ആദ്യം എൻ്റെ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും. നിങ്ങളുടെ വിശ്വാസം, രോഗശാന്തി, മിറക്കിൾ, അത്ഭുതം, സന്തോഷം, കാശ്, പണം, മക്കൾ, ലാൻഡ്, പ്രോപ്പർട്ടി, എല്ലാം കിട്ടും, എല്ലാം ലഭിക്കും, എല്ലാം വന്നിരിക്കും. ഹല്ലേലൂയ. Okay, come back here. Okay, You shall not fear. Everybody say, see, നിങ്ങൾ ഭയപ്പെടുകയില്ല. quality of righteous living. Bible says, Proverbs talks about many. നീതി ജീവിക്കുന്നതിൻ്റെ ഒരു വലിയ അനുഗ്രഹം. നീതിമാൻ സിംഹങ്ങളെ പോലെ ഇരിക്കും. അവർ ബാലസിംഹങ്ങളെ പോലെ ഭയപ്പെടുകയില്ല. അവർ ദുർവർത്തമാനം നിമിത്തം നടുകയില്ല. ഡോക്ടർമാർ കൊടുക്കുന്നതിനേക്കാളും വലിയ ബാഡ് ന്യൂസ് വേറെ കിട്ടത്തില്ല. ഭയപ്പെടുന്ന വർത്തമാനം അല്ലേ? ഒരു ഡോക്ടറിന് റിപ്പോർട്ട് വന്നാൽ ഉടനെ ഞാനും കൂടെ തന്നെ പറയുകയാണ്, ഒന്നാടും അല്ലേ, എന്നിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇല്ലില്ല, ഞാൻ നീതിമാൻ, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുമല്ലേ. എന്തെന്ത് കാണിക്കുന്നത്? കുനിഞ്ഞിരിക്കുന്ന മനുഷ്യനെ പോലെ നിങ്ങൾ കാണുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഇനി കുനിഞ്ഞിരിക്കുന്ന മനുഷ്യരല്ല, നിങ്ങൾ അകത്തും വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കണ്ണാടി കാണിക്കും നിങ്ങൾ ആരാണ്, ഏത് വചനമാകുന്ന കണ്ണാടി, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്. പറഞ്ഞാട്ടെ, എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ സാമ്പാറോ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുമല്ലോ, എന്തെങ്കിലും അതിന് വേണ്ടുന്ന കാര്യം ഉണ്ടാക്കുമല്ലോ. പക്ഷെ മനുഷ്യനുണ്ടാക്കിയപ്പോൾ ഭയം എന്നുള്ള സാധനം ഇട്ടിട്ടില്ല. അതിനുശേഷം പിശാചാണ് മനുഷ്യനിൽ ആ സംഭവം ഇട്ടത്. എന്നാണ് അവൻ ഭയപ്പെട്ടത്? എല്ലാം കഴിച്ചപ്പോൾ കഴിക്കരുത് പറഞ്ഞ സാധനം കഴിക്കപ്പോഴാണ് അവന് ഭയം വന്നത്. അതുകൊണ്ടാണ് താമസിച്ച് കഴിച്ചാലും പ്രശ്നമില്ല. പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ DNA അതിനകത്ത് ഭയമില്ല.
ഞാൻ ദൈവത്തിൻ്റെ നീതിയായപ്പോൾ need not to be. എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമേ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. And from far terror, everybody say, I am far. എന്ന് പറഞ്ഞിട്ട് ഞാൻ പീഡനത്തോടകന്നിരിക്കുന്നു, It shall not come near you. അതെൻ്റെ അടുക്കൽ വരികയില്ല. We were in Siliguri ഞങ്ങൾ സിലിഗുരിയിലായിരുന്നു. last July. ഞാൻ ലാസ്റ്റ് ജൂലൈയിൽ 30 days. 30 ദിവസത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. School, powerful school of the Holy Spirit. ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്കൂൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് സെഷനായിരുന്നു. നേപ്പാളിൽ നിന്ന് ആൾക്കാർ വരുവാനിടയായി, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആൾക്കാർ വരുവാനിടയായി. എല്ലാ സൺഡേയിലും സിലിഗുരിയിൽ I like to eat this chicken. എനിക്ക് അവിടെ ചിക്കൻ കഴിക്കാൻ ഇഷ്ടമാണ്. ഒരു ബ്രദർ പറഞ്ഞു, അണ്ണാ സിക്കിമിൽ ബേർഡ് ഫ്ലൂ ആണ്, അതുകൊണ്ട് നമുക്ക് ചിക്കൻ വാങ്ങിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ സിലിഗുരിയിൽ വരുന്നു. എന്തെങ്കിലും ന്യൂസ് മീഡിയയിലുണ്ടോ? ഇല്ല, ന്യൂസ് ഇല്ല. അപ്പോൾ ഒരു ബ്രദർ എവിടെ നിന്നോ കേട്ടു പക്ഷിപ്പനി അവിടെ വന്നിട്ടുണ്ടെന്ന്, അതുകൊണ്ട് സിലിഗുരിയിൽ ചിക്കൻ വാങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് വന്നു. എന്ത് ന്യൂസ്? ബാഡ് ന്യൂസ്. അതുടനെ വിശ്വസിച്ചു. ഞാൻ കൺഫസ് ചെയ്തു, ഇല്ല, ഞാൻ ദൈവത്തിന് നീതീകരിക്കപ്പെട്ടവനാണ്, എനിക്ക് ചിക്കൻ വേണം. It shall not come near you. When the news is far, നോക്കുക, എവിടെയോ കണ്ട ഒരു പക്ഷിപ്പനി അത് കേട്ടുകൊണ്ട് നമ്മളുടെ ഭയം കേട്ടുകൊണ്ട് നമ്മുടെ വികാരങ്ങൾ മാറി, നമ്മളുടെ മനസ്സിൻ്റെ നില മാറി. നോക്കുക, അതിനെതിരെ തിരിക്കുക. എൻ്റെ വലത് ഭാഗത്ത് 10,000 വീഴും, എൻ്റെ ഇടതുവശത്തായാലും വരും, പക്ഷെ അതെൻ്റെ എൻ്റെ അടുത്ത് വരികയില്ല. followed by right side. No one shall come near. ഒന്നിനും എൻ്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. It shall not come. ഒരു ബാധയും എൻ്റെ അടുക്കൽ വരികയില്ല. Fall on me. ഒരു അനർത്ഥം എനിക്ക് ഭവിക്കുകയില്ല. നോക്കുക, ഈ നീതീകരണം എന്നുള്ള ബോധ്യം നിങ്ങളെ ധൈര്യമായിട്ട് നിർത്തും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പുതിയ നിയമത്തിൻ്റെ സത്യം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മുഴുവൻ സിസ്റ്റം മാറി. എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞില്ല, അതെൻ്റെ പഴയ കഥയാണ്. പക്ഷേ ഇപ്പോഴല്ല. ഇപ്പോൾ എന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കരുത്. Hallelujah. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദാസത്വത്തിൻ്റെ അടിമത്തത്തിൻ്റെ ആത്മാവിനല്ല, ബന്ധനത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നു. നോക്കുക, ഭയം എന്ന് പറഞ്ഞൊരു ബന്ധനമാണ്. ഭയം വരുമ്പോൾ ബന്ധനവും വരുന്നു. ആവർത്തന പുസ്തകം പറയുന്നു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുക നിങ്ങളുടെ മുഴു ഹൃദയത്തോടെ, നിങ്ങൾ മുഴു ഹൃദയത്തോടു കൂടി ദൈവത്തെ സ്നേഹിക്കുക എന്ന് യേശു കർത്താവ് പറഞ്ഞു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്തേക്ക് കളയുന്നു. നോക്കുക, നല്ലൊരു സ്നേഹത്തിൻ്റെ യേശു കർത്താവുമായുള്ള സ്നേഹമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് എല്ലാ ഭയത്തെയും പുറത്തേക്ക് കളയുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ നീതീകരണം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ മനസ്സിലാക്കില്ലെങ്കിൽ നിങ്ങൾ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ ക്രൂശിലെ രക്തത്തെ നിങ്ങൾ തുച്ഛീകരിച്ച് കളയേണ്ടി വരും. നോക്കുക, പറഞ്ഞാട്ടെ, ഞാൻ നീതീകരണത്തിൽ വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ ഭയമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. സെഖര്യ 3-ാം അധ്യായം സെഖര്യാവിൻ്റെ 3-ാം അധ്യായം 3. അവൻ എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവൻ നീക്കിക്കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്നരുളി ചെയ്തു. പറഞ്ഞാട്ടെ, നീതീകരണം. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ അടുത്തത് എന്താണ് അവർ ചെയ്തത്? ഞങ്ങൾ നഗ്നരായിരിക്കുന്നു. എപ്പോഴും പിശാച് നിങ്ങളുടെ പരാജയം, നിങ്ങൾ പണ്ട് ചെയ്ത പാപങ്ങൾ, നിങ്ങളുടെ വൃത്തികേട് എല്ലാം അവരെപ്പോഴും നിങ്ങളെ ഓർപ്പിച്ച് നിങ്ങൾ നിന്നയുള്ളവരായി, നഗ്നരായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു സന്തോഷമില്ലായ്മയായി നിങ്ങളിപ്പോൾ നോക്കും. പക്ഷേ നിങ്ങളുടെ ദൈവം എപ്പോഴും
നിങ്ങളെ അവൻ്റെ നീതീകരണ വസ്ത്രം ഉടുപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തുടരുന്നു. Same chapter we see God അതേ ചവർ കാണാൻ കഴിയും. ദൈവം tunics and അവർക്കൊരു തോലിൻ്റെ വസ്ത്രം everybody say, ധരിപ്പിക്കുന്ന കാണാൻ കഴിയും. ദൈവം clothes me അവനെ with the robe of righteousness. അവൻ്റെ നീതി വസ്ത്രത്താൽ എന്നെ ഉടുപ്പിച്ചിരിക്കുന്നു. 61:10 or 60:10 says, here I will യശയാവ് 60:10 പറയുന്നു, ഞാൻ നിന്നെ 61:10 അവരുടെ നീതീകരണ വസ്ത്രം കൊണ്ട് എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. here we see that ഇവിടെ നമ്മൾ കാണുകയാണെങ്കിൽ യോശുവ wearing the filthy garments. അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. Everybody said that is ശത്രു ഇവിടെ നിൽക്കുന്നു. പറഞ്ഞാട്ടെ ശത്രുവുണ്ട്. chapter 12 talks about enemy. His name is called accuser. Accuser of brethren. What he does? അപവാദിയായ സാത്താൻ എന്താണ്? സഹോദരങ്ങളുടെ കുറ്റം പറയുന്നവൻ. അവൻ എപ്പോഴും രാവും പകലും ദൈവസന്നിധിയിലിരുന്ന് അവൻ കുറ്റം പറയുന്നു. പക്ഷേ നമ്മളുടെ നടുവിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നൊരു സ്നേഹിതനുണ്ട്. ആരാണ്? യേശു. അവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾക്ക് വലിയ ലോബിയുണ്ട്, ഹെവൻലി ലോബി. Accusing നരകം എന്തെങ്കിലും നമ്മൾക്കെതിരെ വളരെ പ്രശ്നം കൊണ്ടുവന്നു കഴിഞ്ഞാൽ against you. Don't worry. ഭയപ്പെടേണ്ട ആവശ്യമില്ല. സ്വർഗം Supporting videos for. നമ്മൾക്ക് വേണ്ടി സപ്പോർട്ടിങ് വീഡിയോസ് ഇടുന്നുണ്ട്. ഹല്ലേലൂയ. ദൂതൻ അവിടെ ഇരിക്കുന്നു, Satan is there. സാത്താൻ അവിടെ നിൽക്കുന്നു. Filthy garment. അവൻ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മുഷിഞ്ഞ വസ്ത്രം. Interestingly, see, I have removed your iniquity. അപ്പോൾ ദൈവം എന്താണ് പറഞ്ഞത്? ഞാൻ നിന്റെ അകൃത്യം നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന അരുളി ചെയ്തു. 5 അവൻ്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെക്കട്ടെ എന്നവൻ കൽപ്പിച്ചു. Turban on his head. So they put a clean turban. അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു തലപ്പാവ് വെച്ചു. And the angel of അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ള തലപ്പാവ് വെച്ചു. പറഞ്ഞാട്ടെ, ഇതൊരു ചിത്രമാണ്. സ്വർഗത്തിൽ your new നിങ്ങളുടെ പുതിയ സൃഷ്ടിയുടെ വലിപ്പം എന്താണ് നമ്മൾ കാണുകയാണ്. നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, ഞാനത് മാറ്റിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. നീതീകരണത്തിന് ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ എത്രത്തോളം is very costly. നിങ്ങൾ ധരിക്കുന്നത് ഏറ്റവും വലിയ വിലയുള്ളതാണ്. കാരണം യേശുവിൻ്റെ രക്തത്താൽ എടുക്കപ്പെട്ട നീതി വസ്ത്രമാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. ആ ഇളയ മകൻ അപ്പനെടുക്കൽ വന്നപ്പോൾ അപ്പൻ എന്താണ് ചെയ്തത്? ഏറ്റവും നല്ല വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ഏറ്റവും നല്ല വിലയുള്ള വസ്ത്രം. Chapter 29 in Genesis. ഉൽപ്പത്തി പുസ്തകം 29 എപ്പോഴും എസെക്കിയാണ് പറയുന്ന ഒരു വചനമുണ്ട്. Very faith building. അത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു Now it 27. came to pass when Isaac was old and his eyes were so dim that he could not see, that he called Esau, his older son, and said to him, my son. He answered him, here I am. Then he said, behold, now I am old. I do not know. യാക്കോബിൻ്റെ 27-23 അവൻ്റെ കൈകൾ സഹോദരൻ യേശുവിൻ്റെ കൈകൾ പോലെ രോമമുള്ള തിരിച്ചവനെ ചോദിച്ചു, നീ എൻ്റെ മകൻ യേശോധൻ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അടുക്കൽ വരുവാൻ പറഞ്ഞു. Older son. Everybody say older son. മൂത്ത പുത്രൻ What is the old covenant? You take പുത്രൻ പഴയ നിയമമാണ്. നിങ്ങളുടെ വാസന, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ യാഗം എല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് പിതാവിന് കൊടുക്കുന്നു. പഴയ നിയമം മനുഷ്യൻ ദൈവത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നന്നായി ചെയ്യണം. അതെ, നല്ല വേട്ടക്കറി അവൻ കൊണ്ടുവന്നു. Hunt game for me and make me a savory food such as I love. എനിക്കിഷ്ടമുള്ളതുപോലെ രുചികരമായൊരു ഭോജനം ഉണ്ടാക്കിയാക്കട്ടെ എന്ന് പഴയ നിയമത്തിൽ അപ്പൻ പറയുന്നിടേ. നിയമപ്രമാണത്തിലെല്ലാം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നു, പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല. പക്ഷേ ആരും യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എപ്പോഴും പിതാവിന് ഇഷ്ടമുള്ള ചെയ്യുമ്പോൾ കൊണ്ടത് ഞാൻ എന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുകയില്ല. നിങ്ങളുടെ നീതി ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നതല്ല. നിങ്ങളുടെ നീതി എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. പിതാവിനെ Let this cup depart from me.
But if it is not your will, പക്ഷെ എന്താണ് യേശു പറഞ്ഞത്? പിതാവ്, ഈ പാനപാത്രമെങ്കിലും എടുത്ത് കളയണമേ, പക്ഷെ നിന്റെ ഇഷ്ടമാണെങ്കിൽ വേണ്ട, ഞാൻ ചെയ്യാം. അവൻ ആ പാനപാത്രത്തെ എടുത്തു, ആ പാപത്തെ ചുമന്നു, അവൻ പിതാവിനെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് നമ്മളുടെ എല്ലാ പാപങ്ങളും, എല്ലാ വൃത്തികേടും, എല്ലാ ലംഘനങ്ങളും, എല്ലാ അതിക്രമങ്ങളും കഴുകപ്പെട്ടു. ആമേൻ. on the cross. Come here. കുരിശെങ്കിൽ നമ്മൾ കഴുകപ്പെട്ടു. ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ പറയട്ടെ. I'll go word by word like that. We don't have a time. നമ്മളിങ്ങനെ ഓരോ വചനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല എടുക്കാൻ. അതുകൊണ്ട് ചുരുക്കി പറയട്ടെ, നമുക്ക് പിതാവും മൂത്തപുത്രനും സംസാരിക്കുമ്പോൾ ഒരാൾ കേൾക്കുകയാണ്. ആരാണ്? അമ്മ. Father had a pet child. Appa അമ്മയ്ക്കും അപ്പനും ഇഷ്ടപ്പെട്ട രണ്ട് മക്കൾ കാണും. അമ്മ പോയി ഇളയ മോനെ അടുത്ത് പറഞ്ഞു, ജാക്കോബെ വരിക, ഞാനൊരു നല്ല തട്ടിപ്പിച്ച ഒരു കാളക്കുട്ടിയെ കൊണ്ടുവരാം, എന്നിട്ട് നിനക്ക് വേണ്ടി നന്നായിട്ട് കുക്ക് ചെയ്യും. ഇതാണ് പുതിയ നിയമം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് ഒരു നിയമം. നീയൊന്നും ചെയ്തില്ല, യേശു എല്ലാം പാചകം ചെയ്തു, നിങ്ങളതെടുത്തു. അമ്മ, അയ്യയ്യോ, നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് പിന്നെ അവസരം എൻ്റെ ജീവന് ഭീഷണിയാവല്ലേ അമ്മീ. എൻ്റെ അപ്പൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ യാക്കോബാണ്, പക്ഷേ യേശുവിന് പകരം ഞാൻ ശപിക്കപ്പെട്ടു. ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ ശപിക്കപ്പെട്ടവരായിട്ട് നടക്കും. അമ്മ വളരെയധികമായിട്ട് വിഷമിച്ചു. പക്ഷേ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് ചെയ്താൽ മതി, നീ പോവുക. അമ്മ നന്നായിട്ട് പാചകം ചെയ്തിട്ട് പറഞ്ഞു, നീ പോവുക. എവിടെ പോകണം? നിൻ്റെ മൂത്ത സഹോദരൻ്റെ റൂമിൽ പോവുക. എന്നിട്ട് മൂത്തപുത്രൻ്റെ വസ്ത്രമിടുക എന്ന് പറഞ്ഞു. യേശാവിൻ്റെ അതേ മണമുള്ള വസ്ത്രം ധരിച്ചു. രോമം പിതാവിനെടുക്കലൊന്നും, പിതാവിൻ്റെ കണ്ണ് രണ്ടും മങ്ങിയിരുന്നു. പക്ഷേ സ്മെല്ലുമുണ്ട്, സൗണ്ടുമുണ്ട്. ഇപ്പോഴും പിതാവ് അപ്പോൾ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അവൻ്റെ ശബ്ദം മാറിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ചേട്ടൻ എഴുന്നേൽക്കുമായിരിക്കും. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കത്തില്ല, ചിലപ്പോൾ നമ്മുടെ ചേട്ടൻ പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് യാക്കോബിനെ പ്രൊട്ടക്ട് ചെയ്തത് എന്താണ്? യാക്കോബ് അനുഗ്രഹിക്കപ്പെടാനിടയായത് അവൻ്റെ പിതാവ് ആ വസ്ത്രത്തിൻ്റെ വാസന എടുക്കാനിടയെ. ഇത് എൻ്റെ മണമല്ല, പിതാവിൻ്റെ മണം, യേശുവിൻ്റെ മണം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ വീടിനിടയായി. പക്ഷേ അവർ പോയപ്പോൾ അവർ തീയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളെല്ലാവരും നായകളെ പോലെ അവരെ മണപ്പിച്ച് നോക്കി. തീയുടെ മണം പോലെ തട്ടിട്ടില്ല. നോക്കുക, നിങ്ങളുടെ മേൽ പാപത്തിൻ്റെ മണം കൊണ്ടായിരിക്കുകയില്ല, നെസ്റ്റിൻ്റെ മണം ഉണ്ടാവുകയില്ല. കാരണം നിങ്ങളുടെ മേൽ പുത്രൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനകത്ത് ചെന്നു. അവൻ സഹോദരൻ്റെ കോട്ടും കൊണ്ടുപോയി. എനിക്ക് കോട്ടില്ല പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ സഹോദരൻ്റെ കോട്ടുണ്ട്. അതാണ് ഉത്സവ വസ്ത്രം, അതാണ് നീതിയുടെ വസ്ത്രം. അവനകത്ത് നിന്നപ്പോൾ പുത്രൻ്റെ മണം അനുഭവിച്ചിട്ട് അവൻ അനുഗ്രഹിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു വിട്ടു. നമ്മൾ രണ്ടും യാക്കോബാണ്. എപ്പോൾ നോക്കിയാലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. പക്ഷെ ഒരു കാര്യം കവർ ചെയ്തു, എന്താണ്? ആ കോട്ട്. പക്ഷെ ആ യാക്കോബിനെ ഗലാത്യർ 2:26 പിതാവിൻ്റെ വസ്ത്രം വന്നപ്പോൾ, ഇനി യാക്കോബല്ല അവിടെ ജീവിക്കുന്നത്, ക്രിസ്തു മാത്രം എന്നെ ജീവിക്കുന്നു. പോയപ്പോൾ യാക്കോബായിരുന്നു, തിരിച്ചു വന്നപ്പോൾ ഇസ്രായേലായി വന്നു. എല്ലാവരും എഴുന്നേറ്റ് എഫേസ്യർ 4:22, 23, 24 എഴുന്നേറ്റ് വായിക്കാം. In the spirit of your 22, put off that you put off concerning your former conduct, the old man which മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. പറഞ്ഞാട്ടെ,
ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. The old man, everybody say the old man. പഴയ മനുഷ്യൻ. I only told you about the new man. You know what happened? ഞാൻ പുതിയ മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പഴയ മനുഷ്യനെ അറിയാമോ? And man gender in the spirit. ക്രിസ്തുവിൽ ആണും പെണ്ണുമിൽ എല്ലാവരും മനുഷ്യൻ, മാൻ. The old man. പഴയ മനുഷ്യൻ, റോമർ 6:6. പഴയ മനുഷ്യൻ ക്രൂശീകരിക്കപ്പെട്ടു, ക്രൂശീകരിക്കപ്പെട്ടു, മരിച്ചു, അവൻ തകർക്കപ്പെട്ടു. So that you cannot അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് sin again. പാപത്തെ ഇനി സേവിക്കേണ്ട ആവശ്യമില്ല. What Paul says here? എന്താണ് പൗലോസ് പറയുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ആത്മസമ്മതം പുതുക്കം പ്രാപിച്ചു. How can you ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ചു. 23. നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇപ്പോൾ പഴയ മനുഷ്യൻ ഇപ്പോഴും നിങ്ങളെ പരിചയം വരുന്നെങ്കിൽ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക. എന്താണോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വെച്ചിരിക്കുന്നത്, അതാണ് നിങ്ങളെ ഫീഡ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഈ നല്ല കാര്യങ്ങൾ നിങ്ങൾ ധരിക്കുക. എന്താണ് പുതുമനുഷ്യൻ? പറഞ്ഞാട്ടെ, നീതി അത് ഉത്സവവസ്ത്രമാണ്. നീതി അത് ഏറ്റവും നല്ല വസ്ത്രമാണ്. നീതി അത് ദൈവത്തിൻ്റെ നീതി വസ്ത്രമാണ്. ആമേൻ. അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? നിങ്ങൾ പുതുമനുഷ്യൻ ധരിച്ചിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ നീതിക്ക് അനുസരിച്ച് സത്യത്തിന്റെ ഫലമായി നീതിനും വിശുദ്ധിനും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. ആ പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പറഞ്ഞട്ടെ, എൻ്റെ പുതുമനുഷ്യൻ നീതീകരണം എന്ന് പറയുന്നത് എൻ്റെ പുതുമനുഷ്യനാണ്. എൻ്റെ നീതീകരണം എന്ന് പറയുന്നത് എൻ്റെ ആത്മമനുഷ്യനാണ്. എൻ്റെ നീതീകരണം എന്ന് പറയുന്നത് എൻ്റെ അകമനുഷ്യനാണ്. എൻ്റെ അകത്ത മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്. ആ ദൈവത്തിൻ്റെ നീതിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പുതുമനുഷ്യൻ ക്രിസ്തുവിനോട് മറയപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിൽക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്നു. നിങ്ങൾ കൽപ്പിക്കുമ്പോൾ അത് യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ ദൈവത്താൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. പറഞ്ഞിട്ട് ഇത് മനുഷ്യൻ്റെ നീതീകരണം എന്ന് പറയുന്നത് എങ്ങനെയാണോ ഇരിക്കുന്നത് പോലെ തന്നെയാണോ ഇരിക്കുന്നത്. അതാണ് യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലധികമായി ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്ന ഞാൻ ചെയ്തതിലധികമായി ചെയ്യും. പറഞ്ഞിട്ട് ക്രിസ്തുവിനെ വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ നീതീകരണം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഞാൻ പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഞാൻ പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഇനി എൻ്റെ ഒരു ഇന്ദ്രിയത്തെയും ഒരു ജഡത്തെയും പിശാചിന്റെ ശക്തിയാലും നയിക്കാൻ കഴിയുകയില്ല. ഞാൻ ഭൂതത്തെ ജനിക്കപ്പെട്ട മനുഷ്യനാണ്. ഞാൻ നീതിയിൽപ്പെട്ടിരിക്കുന്നു. ഞാൻ കഴുകപ്പെട്ടിരിക്കുന്നു. ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ ക്രിസ്തുവിലുള്ള നീതീകരണമാണ്. ക്രിസ്തുവിലുള്ള നീതിയാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അതേ വിത്തിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിലുള്ള നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നീതിയാണ്. പറഞ്ഞാട്ടെ, യേശു എൻ്റെ നീതിയായിരിക്കുന്നു. അവൻ്റെ നീതി എൻ്റെ നീതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ഇനി ഞാൻ പാപത്തിനടിമയല്ല. ഞാൻ പാപത്തിനോ രോഗത്തിനടിമയല്ല. ഞാൻ ഭയത്തിനടിമയല്ല. ഞാൻ ജഡത്തിനടിമയല്ല. കാരണം ഞാൻ ബന്ധനത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിട്ടില്ല. ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ല. ഞാൻ നീതിയുടെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. ദൈവത്തിൻ്റെ നീതി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, പക്ഷെ ക്രിസ്തുവിൻ്റെ നീതിയാണ് എന്നിൽ വസിക്കുന്നത്. അവസാനമായി ക്രിസ്തു ഈ ലോകത്തായിരുന്നപ്പോൾ എന്തൊക്കെയാണോ അവൻ ചെയ്തത്, എങ്ങനെയാണ് ജീവിച്ചത്, അതെല്ലാം ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു ജീവിക്കാൻ കഴിയും. പറഞ്ഞാട്ടെ, എൻ്റെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ഉണ്ട് എന്ന് പറഞ്ഞാട്ടെ. ക്രിസ്തുവിൻ്റെ നീതി അന്ധരുടെ കണ്ണു തുറക്കുന്നു. ക്രിസ്തുവിൻ്റെ നീതി മരിച്ചൊരു എഴുന്നേൽപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ നീതി കൊടുങ്കലിനെ ശാന്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ നീതി എല്ലാ പിശാചിനെയും അവിടെ ധൈര്യത്തോടെ നേരിടാൻ സഹായിക്കുന്നു. യേശുവിൻ്റെ നീതി ഒരിക്കലും ഒരു സാഹചര്യത്തിൽ ഞാൻ കുലുങ്ങിപ്പോകാൻ ഇടയാക്കുകയില്ല. എൻ്റെ ക്രിസ്തുവിൻ്റെ നീതി എൻ്റെ നീതിയായിരിക്കുന്നു. ഞാൻ
In the sense നീതീകരണത്തിൽ അതേ അസാധാരണമായ കഴിവിൽ നടക്കും. സൂപ്പർ നാച്ചുറൽ സ്നേഹത്തിൽ, സൂപ്പർ നാച്ചുറൽ പരിശുദ്ധിയിൽ, വിശുദ്ധിയിൽ, ശക്തിയിൽ ഞാൻ നടക്കും. അസാധാരണമായ ഹീലിംഗ് മിനിസ്ട്രി ഞാൻ ചെയ്യും. കാരണം ക്രിസ്തുവിന്റെ നീതിയിൽ നിവസിക്കുന്നു. ക്രിസ്തുവിന്റെ നീതിയിലൂടെ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ആമേൻ.